ഇടപെട്ടതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഓരോ സെക്ഷനിലും അങ്ങയുടെ വലിയ മഹത്വം ഞങ്ങളുടെ ഇടയിൽ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് നടക്കുന്ന ഞങ്ങളുടെ പത്രികാ ഘടകങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ധന്യമായി അനുഗ്രഹിക്കണമേ. മീറ്റിങ്ങുകളിൽ അതിയോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം ചലിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വലിയ സാന്നിധ്യവും അങ്ങയുടെ വലിയ നിറവും അതിയോടൊപ്പം ദൈവത്തിൻ്റെ കൃപയാൽ കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ കർത്താവ് ശക്തമായി ഉപയോഗിക്കും. ആത്മാവിൻ്റെ വലിയ പകർച്ച തുറന്നുള്ള മണിക്കൂറുകളിൽ ഞങ്ങൾ അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. ഇതുവരെ നടത്തിയ അങ്ങയുടെ വലിയ കരുണയ്ക്കായി കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ ദാസന്മാരെ ശക്തിയോടെ സ്വർഗം ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കും. തുടർന്നും നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളെയും ദൈവം അനുഗ്രഹിക്കും. മഹത്വം മുഴുവനും അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് കൊയർ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. നമുക്ക് ചേർന്ന് അവരോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു ആത്മീയ ഗീതം പാടി കർത്താവിനെ അല്പസമയം ആരാധിക്കാം. മരുഭൂ യാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, എന്നാൽ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തൂണായി. എല്ലാ പ്രതികൂലത്തിൻ്റെ നടുവിലും നമ്മെ കൂടെ ഇരുന്ന് സഹായിക്കുന്ന ഒരു ദൈവം. ദാവീദ് മരുഭൂമിയിൽ സങ്കീർത്തനം എഴുതിയെന്ന് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂമികളിലെല്ലാം മരുപ്പച്ചയാക്കി മാറ്റാൻ കഴിയുന്ന കർത്താവിൻ്റെ സ്നേഹം നമുക്ക് ഒരുമിച്ച് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ധ്യാനിച്ച് ഈ ഗാനത്തിൻ്റെ വരികൾ പാടി കർത്താവിനെ അല്പസമയം ആരാധിക്കാം. യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്ത് ലോകത്ത് വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്ത് ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ
വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സ്തുത്യനാം വന്ദ്യനാം നായകൻ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സ്തുത്യനാം വന്ദ്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയാക്കി തുണാൻ എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയാക്കി തുണാൻ എന്നെ അനുദിനം വഴി നടത്തും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ 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 മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ ഏത് മരുഭൂമിയിലും അവൻ മതിയായ ദൈവമാണ്, സഹായിക്കുന്നവനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഹൃദയം തുറന്ന് ആ നല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. Jesus, hallelujah, 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 hallelujah. കർത്താവിന്റെ ദാസന്മാർക്ക് പ്രത്യേക നന്ദി. ഞാൻ മുമ്പേ അനൗൺസ് ചെയ്ത വാഹനം ഇതുവരെ അവിടുന്ന് മാറ്റിയിട്ടില്ല. KL 34B
7282 ആ വാഹനം ദയവായിട്ടൊന്ന് മാറ്റി കൊടുക്കണമെന്ന് ഇവിടെ അറിയിക്കുന്നു. അതിൻ്റെ പുറകിൽ കിടക്കുന്ന വാഹനത്തിൽ ആൾക്ക് ഒരു മരണമുണ്ടായിട്ടുണ്ട്. ആ മരണസ്ഥലത്ത് പോകേണ്ടതിന് വേണ്ടി അവർ അല്പം അത്യാവശ്യത്തിലാണ്. ദയവായിട്ട് എത്രയും വേഗം ആ വാഹനം മാറ്റി കൊടുക്കാൻ വേണ്ടി ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ മഹായോഗങ്ങളുടെ ഈ 4-ാം ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ ഉച്ച കഴിഞ്ഞുള്ള സെഷന് വേണ്ടി ആയിരിക്കാൻ ദൈവം സഹായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയുടെ ആഴങ്ങൾ അനുഭവിക്കത്തക്കവണ്ണമുള്ള യോഗങ്ങൾ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ 5 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുവാനും പരിചയപ്പെടുത്തുവാനുമുള്ള സമയമായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ദയവായിട്ട് ഞാൻ പറയുന്ന ഈ സമയത്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലപ്പെട്ടവർ എല്ലാവരും സ്റ്റേജിലേക്ക് വന്നിരിക്കുവാൻ വേണ്ടി ഓർപ്പിക്കുന്നു. ഇവാഞ്ചലിസം ടീമിൻ്റെ ചുമതല വഹിക്കുന്ന ടി ജേക്കബ് പാസ്റ്റർ ഓൾറെഡി കടന്നു വന്നിട്ടുണ്ട്. ഏജ്ഡ് മിനിസ്റ്റേഴ്സ് അസിസ്റ്റൻറ്റിൻ്റെ ചുമതലക്കാർ, മിനിസ്റ്റേഴ്സ് അഡ്വാൻസ്ഡ് ട്രെയിനിങ്, അതുപോലെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, AG പബ്ലിക് സ്കൂൾ, ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ ദയവായിട്ട് ചുമതലപ്പെട്ടവർ മുമ്പിലേക്ക് കടന്നു വരണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനങ്ങൾ ഇന്ന് നാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ഡിസ്ട്രിക്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, പ്രത്യേകിച്ച് സൂപ്രണ്ട് TJ ശമൽ സാറ്, അവർക്ക് ദൈവം കൊടുത്ത പ്രത്യേക കാഴ്ചപ്പാടുകൾ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേക ഡിപ്പാർട്ട്മെൻറ്റുകൾ രൂപീകൃതമായിട്ടുണ്ട്. നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുവാൻ, അതിൻ്റെ ദർശനങ്ങളും ഗുണഫലങ്ങളും സഭയുടെ താഴെത്തട്ടിലും പൊതുസമൂഹത്തിലും എത്തിച്ചേരുവാനുള്ള കർമ്മപദ്ധതികളുമായി വളരെ സജീവമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചുമതലക്കാർ അവരുടെ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ റിപ്പോർട്ടുകളുടെ അല്ലെങ്കിൽ ഈ യോഗങ്ങളുടെ ക്രമീകരണങ്ങളെല്ലാം വളരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി സ്തുത്യർഹമായി ക്രമീകൃതമായി ചെയ്യുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി റവറൻ തോമസ് ഫിലിപ്പ് അവറുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനെ വന്ദനം ചെയ്യുന്നു. ആദ്യമായിട്ട് ഇവാഞ്ചലിസം ടീമിൻ്റെ പരിചയപ്പെടുത്തലാണ് ഇവിടെ നടത്തുന്നത്. ഇവാഞ്ചലിസം ടീമിൻ്റെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TT ജേക്കബാണ്. നമ്മുടെ സഭയുടെ ദർശനം ആത്മാക്കളെ നേടുക എന്നുള്ള ആ വലിയ ദൗത്യം ഏറ്റവും സാധാരണക്കാരുടെ അടുക്കൽ, അല്ലെങ്കിൽ തെരുവോരങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിലെല്ലാം യാഥാർത്ഥ്യമാക്കുന്ന, ദീർഘവർഷങ്ങളായിട്ട് ഇവാഞ്ചലിസം മേഖലയിൽ സ്തുത്യർഹമായി സേവനം നടത്തി വരുന്ന കർത്താവിൻ്റെ ദാസൻ റവറൻ TT ജേക്കബ് അവർ മുമ്പോട്ട് വന്ന് ആ ടീമിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ മധ്യത്തിൽ പരിചയപ്പെടുത്തും. ആദരപൂർവ്വം കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഉച്ചകഴിഞ്ഞത്തെ സെഷൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ദേവദാസൻ റവറൻ J. ജോസഫ് അവറുകൾ, സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വിശേഷാൽ വളരെ ദർശനത്തോടെ സമർപ്പണത്തോടെ ഈ സമൂഹത്തെ വളരെ അഭിമാനപൂർവ്വം നയിച്ചുകൊണ്ടിരിക്കുന്ന TJ സാമുവൽ സാർ അവറുകൾ, അസിസ്റ്റന്റ് സൂപ്രണ്ട് ICB മാത്യു സാർ, അവരുടെ അഭാവത്തിലും ഞാൻ വന്ദനം പറയുന്നു. വിശേഷാൽ നമ്മുടെ മധ്യത്തിൽ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യ ദേവദാസൻ തോമസ് ഫിലിപ്പ് അവറുകൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദേവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ഏവർക്കും ധന്യനാമത്തിൽ വന്ദനം പറയുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് ഇവാഞ്ചലിസം ടീം ഡോർ ടു ഡോർ പേഴ്സണൽ ഇവാഞ്ചലിസം ആണ് ഞാൻ പ്രധാനമായി ചെയ്തു വരുന്ന ശുശ്രൂഷ. എനിക്ക് അനുവദിച്ച സമയം ഈ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പര്യാപ്തമല്ല. ഇതിന് ഒരു ദീർഘമായ ബൃഹത്തായ കമ്മിറ്റിയോ ഒന്നുമില്ല.
ദീർഘവർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളെ ആദരിച്ച് ബഹുമാന്യ സൂപ്രണ്ട് അവറുകൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി വേർതിരിച്ച് അതിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. എനിക്കിവിടെ പ്രസൻറ്റ് ചെയ്യാനുള്ളത് ദീർഘവർഷങ്ങളായി ദൈവം പ്രവർത്തനത്തിൽ എനിക്ക് തന്ന അനുഭവങ്ങളാണ്. അത് വളരെ അത്ഭുതാവഹമായ അനുഭവങ്ങളാണ്. പക്ഷേ ഈ പ്രവർത്തനത്തെക്കുറിച്ച് എല്ലാ ദൈവദാസന്മാരും അറിയണം, എല്ലാ സഭകളും അറിയണം. AG സമൂഹത്തിലെ വിശ്വാസ സമൂഹം ഈ പ്രവർത്തനത്തെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് വേണ്ടതുപോലെ എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഐക്യ ജീവിതകാലത്തെ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകിയ സന്ദേശം മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഗ്രേറ്റ് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹാൻ നിയോഗം തിരിച്ചറിഞ്ഞ് ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടവരാണ് നാം എന്ന് പറയുമ്പോൾ തന്നെ നാം തിരിച്ചറിയണം, 2000 വർഷത്തെ ക്രൈസ്തവ പൈതൃകമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ, എനിക്കിത് എത്രമാത്രം പരസ്യമായി പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, ഒരു ക്രിസ്ത്യാനികൾ പോലുമില്ലാത്ത, വന്നു പാർക്കുന്നവനായി ജനിച്ചു വളർന്നവനായി ഒരംഗം പോലുമില്ലാത്ത അനവധി പഞ്ചായത്തുകൾ നമ്മുടെ കേരളത്തിൽ ഇനിയുമുണ്ട്. 1996-ൽ ആലപ്പുഴ ജില്ലയിലാണ് അങ്ങനെ ഒരു പഞ്ചായത്തുണ്ട് എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായത്. 1978 മുതൽ സുവിശേഷീകരണ രംഗത്ത് ദൈവം നൽകിയ നിയോഗമനുസരിച്ച് ഒരു സഭാചാർജ് ചോദിക്കാതെ, ഒരവസരം തരുമോ എന്നാരോടും ആവശ്യപ്പെടാതെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹം വരുന്നത് പ്രവർത്തിച്ചൊരു കൂട്ടം ദൈവമക്കളുണ്ടായി ആ സഭയുമായി ഏതെങ്കിലും ഫെലോഷിപ്പിലേക്ക് പോകുക എന്നതിനപ്പുറത്ത് എനിക്കൊരു നിയോഗമുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ സമയം പോകുന്നത് കൊണ്ട് ഇവിടെ ടൈം താണുകൊണ്ടിരിക്കുകയാണെന്നുണ്ട്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അസംബ്ലീസ് ബോർഡ് പ്രസ്ഥാനം ഡിപ്പാർട്ട്മെൻറ്റായി പ്രഖ്യാപിക്കുവാനുള്ള കാരണം, ചില വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കുടുംബത്തിലെ ഒരു ആവശ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ രാജൻ ഏബ്രഹാം അവറുകൾ എൻ്റെ ഭവനത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധ ശൈലിയിൽ തൻ്റെ സഭ എവിടെയാണ്? ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ സമാചാരമില്ല. താൻ പിന്നെ എന്താണ് ചെയ്യുന്നത്? ഞാൻ സുവിശേഷ വേല ചെയ്യുന്നു. എന്ത് വേലയാണ് താൻ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്ന വേലയുടെ സിസ്റ്റം അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ നൂറിനാട് ചർച്ചിൻ്റെ ചാർജ് വിട്ട് ചാരുമുല്ലിൽ പുതിയ പ്രവർത്തനം തുടങ്ങുകയാണ്, താങ്കൾ അവിടെ വന്ന് പ്രവർത്തിച്ചാലും. ഞാനും എന്നോട് കൂടിയുള്ള 10-25 ആളുകൾ ഒരുമിച്ച് കൂടി പരിമിതമായ സൗകര്യത്തിൽ ഞങ്ങൾ അവിടെ പോയി പ്രവർത്തിച്ചു. ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുത്താൽ, ഒരു ഗ്രാമം തിരഞ്ഞെടുത്താൽ, ഒരു ബൈക്ക് ഓടിച്ച് യാത്ര ചെയ്യുമ്പോൾ പുറകിലിരിക്കുന്നയാൾ ഓടിക്കുന്നയാളുടെ പുറത്ത് ഒരു ബുക്ക് വെച്ച് വഴികൾ മാർക്ക് ചെയ്ത് വീടുകൾ കൗണ്ട് ചെയ്ത് അവിടെ പാർക്കുന്ന ആളുകൾ ക്രൈസ്തവരെങ്കിൽ ഏത് വിഭാഗം, ഇതര മതസ്ഥരെങ്കിൽ ഏത് വിഭാഗം, അവിടുത്തെ രാഷ്ട്രീയ ചിന്തകൾ ഇവയെക്കുറിച്ച് നല്ല സമഗ്രമായ ഒരു പഠനം നടത്തിയ പഞ്ചായത്തിൽ എത്ര വീടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ്, ഏതെല്ലാം പ്രവർത്തനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ 2 പേരടങ്ങുന്ന സംഘം അതേ പഠനശേഷം വീടുകളിൽ പോയി ഭവന സദസ്സ് നടത്തുക. ട്രാക്ട് വെച്ച് പോകുന്ന പണിയല്ല, അവസരമുണ്ടാക്കി സുവിശേഷം പറയണം. അങ്ങനെ സുവിശേഷം പറഞ്ഞ അളവിൽ ഒരു കുടുംബത്തിൽ പോയി സുവിശേഷം പറഞ്ഞു. അവർ ആത്മഹത്യയുടെ വക്കിൽ, ആത്മഹത്യയ്ക്ക് വേണ്ടി അന്ന് രാത്രി ആത്മഹത്യ ചെയ്യുവാൻ, ഭാര്യയും ഭർത്താവും 2 മക്കളും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനമെടുത്ത് അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് 2 പ്രവർത്തകർ അവിടെ ചെന്നത്. അതിൻ്റെ കാരണം ചാരുമണി ജംഗ്ഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഒരു ജുവല്ലറി നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജുവല്ലറി കൊള്ളയടിക്കപ്പെട്ടു. അദ്ദേഹത്തിന് കേസ് കൊടുത്തുവെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്യാകിയ നിമിത്തം ഇൻഷുറൻസ് കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ കടം വർദ്ധിച്ച് അത് നിവർത്തിക്കുവാൻ കഴിവില്ലാതെ ആത്മഹത്യ തീരുമാനിച്ചിരിക്കുമ്പോൾ ഈ പ്രവർത്തകർ അവിടെ ചെന്നു. അവർ അന്ന് ആത്മഹത്യ ചെയ്യുകയില്ല എന്നവരെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച് മടങ്ങുമെന്ന് എന്നോട് കാര്യം പറഞ്ഞു. ഞാനും പാസ്റ്റർ രാജൻ എബ്രഹാമും ഒരുമിച്ച് ആ വീട്ടിൽ കടന്നുപോയി. ചുരുക്കി പറയട്ടെ, ആ കുടുംബം സ്നാനപ്പെട്ട് ചാരുമൂട് സഭയിലെ ഒരു മെമ്പറായി. അങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ആ കുടുംബം രക്ഷപ്പെട്ടു. എനിക്ക് ഈ 78 മുതലുള്ള സുവിശേഷീകരണത്തിൽ വയനാട്ടിൽ, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയുള്ള മേഖല ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒട്ടനവധിയുണ്ട്, പറയുവാൻ അവസരമില്ല. അതുകൊണ്ട് സ്തോത്രം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ആ വിഷയം രാജൻ എബ്രഹാം പാസ്റ്റർ ശമൽ സാറിനോട് പറഞ്ഞു. ശമൽ സാറുമായി എനിക്ക് വ്യക്തിപരമായി അടുപ്പമുണ്ട്. എൻ്റെ ഭാര്യ
പ്രാഥമിക കാര്യപരസഹായം കൂടാതെ ചെയ്യാൻ കഴിയാതെ ബെഡിനായി 4 വർഷം കിടക്കുന്ന കാലഘട്ടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുകയും എൻ്റെ വീട്ടിൽ കുടുംബമായും സഹപ്രവർത്തകരോട് ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ കിടക്കയിൽ തന്നെ ഭാര്യ എഴുന്നേറ്റ ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. അങ്ങനെ സന്ദർശിച്ചപ്പോൾ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് സാറിനെ ഞാൻ ബോധ്യപ്പെടുത്തിയിരുന്നു. ഈ 2 അറിവുകൾ നിമിത്തം AG സമൂഹത്തിന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി അതിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു. എൻ്റെ പരാജയം എന്ന് പറയുന്നത് സ്തോത്രം, സുവിശേഷീകരണത്തിന് അനേക ദൈവമക്കൾ കൊടുക്കും, സ്ഥലം വാങ്ങാൻ, ബൈബിൾ സ്കൂൾ നടത്താൻ, ചർച്ച് പണിയാൻ, മാസയോ നടത്താൻ, കൺവെൻഷൻ നടത്താൻ. പക്ഷേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പണം കൊടുക്കുന്നവരെ ഏറെ കണ്ടിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി അതൊരു മാതൃകയായി കരവാളൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുവാൻ TJ ശമൽ സാർ അതിനുള്ള പണം തന്ന് കരവാളൂർ പ്രവർത്തിച്ചു. 168 സീക്കേഴ്സിനെ എനിക്ക് ലഭിച്ചു. പാസ്റ്റർ KJ മാത്യുവും ശോമൻ സാറും അന്നുള്ള ദേവദാസന്മാർക്ക് വന്ന് ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ ചുമതല ചില വർഷങ്ങൾക്ക് ശേഷം 7 വർഷം കഴിഞ്ഞപ്പോൾ എന്നിൽ നിന്ന് മറ്റ് ഇടങ്ങളിലേക്ക് പോയി. ഇപ്പോൾ ആ പ്രവർത്തനം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയുകയില്ല. ഏതായാലും ഇപ്രാവശ്യം സാറും പ്രിയ തോമസ് ഉൽപാസ് അവർ ഒരുമിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നപ്പോൾ ഈ ഡിസംബർ മാസത്തിലാണ് വീണ്ടും ആ ചുമതലയിലേക്ക് എന്നെ നിയോഗിക്കുവാൻ ഇടയായി തീർന്നു. വളരെ വൈകിയെങ്കിലും എനിക്ക് നിയോഗം ലഭിച്ചു. ഇത് ഈ AG സമൂഹം ആ നിലയിൽ എനിക്ക് ചുമതലയില്ലെങ്കിലും ഞാൻ കേരളം ഒട്ടുക്ക് സഞ്ചരിച്ച് ഇങ്ങനെയുള്ള മാപ്പുകൾ രൂപരേഖകൾ തയ്യാറാക്കി സ്റ്റാറ്റസ് എടുത്ത് എൻ്റെ പ്രവർത്തനം ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. 23-ൽ മാങ്കുളത്ത് പ്രവർത്തിപ്പാനിടയായി. ഈ 24 ഡിസംബറിൽ ചുമതല ഏൽപ്പിച്ചു. 25 ജനുവരി മാസം 13 മുതലുള്ള ദിവസങ്ങളിൽ വൈറ്റില മരട് കേന്ദ്രമാക്കി ഏതാണ്ട് 25-ൽ പരം ദൈവദാസന്മാർ കടന്നു വന്ന് അത് പ്രവർത്തിക്കുവാനിടയായി. കർത്താവിന്റെ ദാസൻ നിക്സൺ വർഗീസ് അവറുകൾ ഒരു രാത്രി വന്ന് സംസാരിച്ച് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അതിൻ്റെ അനന്തരഫലം ഞാൻ പറയട്ടെ. ആ പ്രവർത്തനം കഴിഞ്ഞ അതേ ആഴ്ചയിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന വൈറ്റില സഭയിൽ ഗീത എന്ന് പറയുന്ന സഹോദരി പുതുതായി ആരാധനയ്ക്ക് വന്നു. മരടിൽ പ്രവർത്തിക്കുന്ന മാർട്ടിൻ മാത്യു എന്ന് പറയുന്ന ആ ദിവ്യദാസന്റെ സഭയിൽ ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു സഹോദരൻ ആരാധനയ്ക്കായി വന്നു. ഞാൻ പറയാം, ഞങ്ങളുടെ ഈ പ്രവർത്തനം സഭകളുടെ അഭിവൃദ്ധിക്ക് വളർച്ചയ്ക്ക് ഒരു മുഖാന്തരമാണ്. ഒരു ദേശത്ത് പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദേവദാസന്മാർ ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങൾ ഏത് വീട്ടിൽ പോകണമെന്ന് സ്തോത്രം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു പ്രവർത്തനമെങ്കിലും കുറഞ്ഞ പക്ഷം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വന്ന് കാണാം. കാക്കനാട് നിക്സൺ വർഗീസ് പാസ്റ്ററുടെ സഭയെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുവാൻ പോവുകയാണ്. അതിൻ്റെ പ്രാഥമിക വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ആ പ്രവർത്തനത്തിൽ ഞാൻ പ്രവർത്തന നിരതനായിരുന്നു. ദൈവം അനുവദിച്ചാൽ 10-ാം തീയതി മുതൽ കാക്കനാട് പ്രവർത്തനം നടക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ മാർച്ച് മാസം എല്ലാ 2-ാം ആഴ്ചയിലുമാണ് ഞങ്ങൾ പ്രവർത്തനം ചെയ്യുന്നത്. നമ്മുടെ ഉരുൾപൊട്ടി എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ ചൂരൽമല, മേപ്പാടി തുടങ്ങിയുള്ള സ്ഥലങ്ങൾ ഞാൻ ചില ആഴ്ചകൾക്ക് മുൻപ് ആ സ്ഥലം സന്ദർശിച്ചിരുന്നു. ആ ഭവനങ്ങൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഇന്ന് വളരെ വേദനാജനകമായ നിലയിൽ അവരവർ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയാണ്. അവരെ സഹായിപ്പാൻ ആരുമില്ലാത്തൊരു പശ്ചാത്തലമാണ്. അവിടെ കടന്നു എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ സുവിശേഷം പറയാൻ പറ്റിയ സമയമാണ് എന്നെനിക്കൊരു ചിന്ത എനിക്ക് തോന്നി. ഞാൻ ഒരു 30 ദൈവദാസന്മാരുമായി ചൂരൽമലയിലേക്ക് പോകുകയാണ്, മേപ്പാടിയിലേക്ക് പോകുകയാണ്, സമീപ പഞ്ചായത്തുകളിലേക്ക് പോകുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം വയനാടാണ്. ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ ചെന്ന് ഒരനുഭവം ഞാൻ പറയാം. മീനങ്ങാടി AG സഭയിൽ പാർത്തുകൊണ്ട് വേല ചെയ്യുമ്പോൾ 2 പ്രവർത്തകർ ഒരു വീട്ടിൽ പോയപ്പോൾ ദൈവാത്മാവ് അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ ട്രാക്ടർ വയ്ക്കാൻ നിയമമില്ല ഞങ്ങൾക്ക്. അടുത്ത വീട്ടിൽ പോയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഈ പോയ വീട്ടിൽ വീണ്ടും പോവുക. അവിടെ മടങ്ങി ചെന്നു, മുട്ട് വിളിച്ചു. 1, 2, 3, 4, 5, 6 പ്രാവശ്യം മുട്ടി. ആരും തുറന്നില്ല. അവർക്ക് തോന്നിയതായിരിക്കും. പോരാനിറങ്ങിയപ്പോൾ കൂടെ നിന്നയാൾ തമാശ പറഞ്ഞു, ഒന്നിപ്പറച്ച 7 ഒന്നുകൂടെ മുട്ടെന്ന് പറഞ്ഞു. ഒന്നുകൂടെ മുട്ടിയപ്പോൾ ഒരു സ്ത്രീ കതക് തുറന്നു. വാതിൽ തുറന്നു വന്നപ്പോൾ അന്ന് വിതരണം ചെയ്യുന്ന ഒരു ട്രാക്ടറുണ്ട്. ഒരു ജീവിതമേ ഉള്ളൂ, അത് നശിപ്പിക്കരുത്. തലേ കൈവച്ചിട്ട് പറഞ്ഞു, ഒരു ജീവിതമേ ഉള്ളൂ, അത് നശിപ്പിക്കരുത്. നാളെ രാവിലെ ഞങ്ങൾ പാർക്കുന്ന മീനങ്ങാടി AG ചർച്ചിലാണ്, നീ അവിടെ വരണം, നിന്നോട് ചില അരുളപ്പാട് പറയുവാനുണ്ട്. ദേവദാസൻ വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്ററേ നാളെ രാവിലെ 8 മണിക്ക് ഇവിടെ ഒരു സ്ത്രീ വരും, അവരോട് താങ്കൾ പറയണം. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് താങ്കൾക്ക് പറഞ്ഞുകൂടാ? അല്ല, അവരോട് പറയാനുള്ള അരുളപ്പാട് നിങ്ങളുടെ വശമാണ്, നിങ്ങൾ പറയണം. പിറ്റേ ദിവസം 8 മണിയായി, ഞാൻ മറന്നുപോയി, അവർ മറന്നോ എനിക്കറിയില്ല. 10 മണിക്ക് ആരും വന്നില്ല. 10:15 ഒരാൾ വന്ന് വാതിക്കൽ മുട്ടി. പാസ്റ്റർ ജോണിക്കുട്ടി അദ്ദേഹം നിത്യത്തിൽ വിശ്രമിക്കുന്നു. വാതിൽ തുറന്നു, കാര്യം പറഞ്ഞു. ഒടുവിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, സുവിശേഷം പറഞ്ഞു. അന്ന് ആ സ്ത്രീ രക്ഷിക്കപ്പെട്ടു.
നിങ്ങളുടെ ദേശത്ത് ഒരാൾ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിക്കുന്നെങ്കിൽ സ്തോത്രം, അതിന് ഉത്തരവാദി ഞാനും നിങ്ങളുമാണ്. നിങ്ങൾ അവിടെ പോകാതിരുന്നത് കൊണ്ട്, അവിടെ ഞാൻ പോകാതിരുന്നെങ്കിൽ, ഈ പ്രവർത്തകർ ചെല്ലാതിരുന്നുവെങ്കിൽ ആ 4 പേർ ചാരുംപൊട്ടിൽ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് സുവിശേഷീകരണം നമ്മുടെ ലക്ഷ്യമായി മാറട്ടെ. ഇത് സംസാരിക്കുന്ന ഞാൻ, എൻ്റെ ലക്ഷ്യം സുവിശേഷീകരണമാണ്. നാളിതുവരെ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 50 വർഷം തികയാൻ പോവുകയാണ്. 25-ൽ 50 വർഷം തികയും. ഈ 50 വർഷം തികയുമ്പോൾ ചാരിതാർത്ഥ്യത്തോടെ പറയാൻ കഴിയും, ഞാനിതുവരെ ഒരു സഭയിൽ നിന്ന് ഒരു സഭയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല. ഞാൻ ട്രാൻസ്ഫർ ചോദിച്ചിട്ടില്ല, മറ്റൊന്നും ആരോടും ചോദിച്ചിട്ടില്ല. സമയം പോയതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു സമഗ്ര സുവിശേഷീകരണം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ ഓഫീസിലുണ്ട്. തോമസ് ഫിലിപ്പോട് ചോദിച്ചാൽ അദ്ദേഹം തരും. എനിക്ക് അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട് നന്ദി പറഞ്ഞുകൊണ്ട് 2 മിനിറ്റ് ഞാൻ കൂടുതലെടുത്തു. സദയം ക്ഷമിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് മഹത്വം. ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുഗ്രഹമേറിയ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അടുത്തതായിട്ട് റവറൻ ടി.എ. വർഗീസ് അവറുകൾ നമ്മുടെ അഡ്വാൻസ്ഡ് മിനിസ്റ്റേഴ്സ് അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനിയ കർത്താവിൻ്റെ ദാസൻ. പ്രിയ കർത്താവിൻ്റെ ദാസൻ വരുമ്പോഴേക്കും ഏജ്ഡ് മിനിസ്റ്റേഴ്സിൻ്റെ പ്രിയപ്പെട്ടവർ ദയവായിട്ട് മുമ്പോട്ട് വന്നിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പാസ്റ്റർ അലക്സാണ്ടർ ഉമ്മൻ അവറുകൾ ടീം ദയവായിട്ട് മുമ്പോട്ട് വരുവാൻ വേണ്ടി ഓർപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാമാണ് മിനിസ്റ്റേഴ്സ് അഡ്വാൻസ്ഡ് ട്രെയിനിങ്. അണക്കരയിലുള്ള നമ്മുടെ ട്രിനിറ്റി ബൈബിൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിൻസിപ്പളാണ് നമ്മുടെ പ്രിയ ടി.എ. വർഗീസ് അച്ഛൻ. പ്രത്യേകിച്ച് അതിൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ ഇന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഞാൻ ചുരുക്കം വാക്കുകളിൽ പറയട്ടെ, ആ ട്രെയിനിങ്ങിൽ കഴിഞ്ഞ 2023 ഓഗസ്റ്റ് മാസമാണ് സംബന്ധിച്ചത്. ദൈവദാസന്മാരുടെ ശക്തമേറിയ ക്ലാസ്സുകളും സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളും എന്നെ വളരെ ചലഞ്ച് ചെയ്തു. ഒരു തീരുമാനമായിട്ടാണ് ഞാനന്ന് പോകുന്നത്. വന്നതിന് ശേഷം എനിക്ക് മൂവാറ്റുപുഴ സെക്ഷൻ്റെ ചുമതലകളുണ്ട്. അതുകൊണ്ട് എൻ്റെ സഭയുടെ സമീപ പ്രദേശങ്ങളിലുള്ള 5 സഭകളുടെ ദൈവദാസന്മാരെ ഒരുമിച്ച് കൂട്ടി ഞാൻ എൻ്റെ ദർശനം അവരോട് പങ്കുവെച്ചു. അവരെല്ലാം അത് വളരെ സർവാത്മന ഏറ്റെടുത്തതിന് ശേഷം സെപ്റ്റംബർ മാസം 21-ാം തീയതി ഞങ്ങളൊരു തീരുമാനമെടുത്തു. എല്ലാ ബുധനാഴ്ചകളിലും ഫീൽഡുകളിൽ പോയി സുവിശേഷം അറിയിക്കുക. ഈ കഴിഞ്ഞ ബുധനാഴ്ച വരെയും നടന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ കൺവെൻഷൻ നടക്കുന്നതുകൊണ്ട് നടന്നില്ല. ഏകദേശം 250-ലധികം പരസ്യയോഗങ്ങളും ഭവന സന്ദർശനങ്ങളും, ആയിരക്കണക്കിന് ഭവനങ്ങൾ കയറി ഇറങ്ങുവാൻ, അനേക ലഘുലേഖകൾ വിതരണം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ആ മീറ്റിങ്ങിന് പോയില്ലായിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങൾ തുടർന്നേനം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയ ടി.എ. വർഗീസ് അച്ഛൻ മുമ്പോട്ട് കടന്നു വന്ന എൻ്റെ റിപ്പോർട്ടുകൾ നമ്മളെ അതിൻ്റെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തും. വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ മലയാളം ഡിസ്ട്രിക്റ്റ് ആരംഭിച്ചിരിക്കുന്ന ഒരു പുതിയ ശുശ്രൂഷയാണ് അഡ്വാൻസ് മിനിസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, AMT എന്നറിയപ്പെടും. നടത്തുന്ന കോഴ്സിൻ്റെ പേരാണ് AMTC, അഡ്വാൻസ് മിനിസ്ട്രിയൽ ട്രെയിനിങ് കോഴ്സ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പെന്തക്കോസ്ത് സമൂഹത്തിൽ, ഇതിലെ പെന്തക്കോസ്ത് സമൂഹത്തിൽ വ്യത്യസ്തമായി ആദ്യമായിട്ടാണ് ഒരു ഇൻ സർവീസ് കോഴ്സ്. ഇതൊരു റിഫ്രഷർ കോഴ്സാണ്. വർഷങ്ങൾക്ക് മുമ്പേ, ദശാബ്ദങ്ങൾക്ക് മുമ്പേ സെമിനാരിയോടൊക്കെ വിട പറഞ്ഞ അഭിഷക്തന്മാർ വീണ്ടും ഒരു സെമിനാരിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കുവാനും അനുഭവങ്ങളെ പുതുക്കുവാനൊക്കെ സമർപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. 3 മൊഡ്യൂൾസായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 1ാമത്തെ മൊഡ്യൂൾ അവസാനിച്ചു. 2023 ഏപ്രിൽ മാസം 17-ാം തീയതി
ആരംഭിച്ച ഒന്നാമത്തെ മൊഡ്യൂൾ 2024 ഓഗസ്റ്റ് മാസം അവസാനിച്ച് ഏകദേശം 1.25 വർഷം ഉണ്ടായിരുന്നു. 23 ബാച്ചുകളിലായി 12 സഹോദരിമാർ ഉൾപ്പെടെ നമ്മുടെ സഭയിലെ 700 പാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. രണ്ടാമത്തെ ലെവല് അല്പം വ്യത്യസ്തമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. കർത്താവ് അനുവദിച്ചാൽ ജൂലൈ മാസത്തിൽ നമ്മളത് പ്ലാൻ ചെയ്യുകയാണ്. ഒന്നാമത്തെ മൊഡ്യൂൾ ചെയ്ത പോലെയല്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിൻ്റെ പാർട്ടിസിപ്പൻസിനെ തിരഞ്ഞെടുക്കും. ഓരോ സെക്ഷൻസിൽ നിന്നും അതിൽ പങ്കെടുക്കേണ്ടതായ പാർട്ടിസിപ്പൻസിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുത്ത് അവരെ അറിയിക്കും. അങ്ങനെ 250 പേരുടെ ഒരു ബാച്ചായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു 3 days റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. മധ്യകേരളത്തിലെ ഏതെങ്കിലും ഒരു കൺവെൻഷൻ സെൻറ്ററിലോ ക്യാമ്പ് സെൻറ്ററിലോ നമ്മൾ 3 ദിവസം താമസിച്ച് ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് ആണ്. 5 ദിവസമില്ല, 3 ദിവസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അത് വിഷയം എന്ന് പറയുന്നത് എക്ലീഷിയോളജി, സഭാവിജ്ഞാനീയമാണ്. ഒറ്റ വിഷയമാണ് ഫോക്കസ് ചെയ്യുന്നത്. സഭയുടെ വളർച്ചയും സഭയുടെ ബിബ്ലിക്കൽ ഫൗണ്ടേഷൻസ്, ഇടയ ശുശ്രൂഷ, സഭയുടെ സ്ഥാപനം, സഭയുടെ ഗ്രോത്ത്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് തീർച്ചയായിട്ടും അതിന് നേതൃത്വം കൊടുക്കും. അതിലെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും സമയാസമയങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ലെവൽ കഴിയുമ്പോൾ 3ാമത്തെ മൊഡ്യൂൾ ആരംഭിക്കും. അതിൻ്റെ വിശദാംശങ്ങളും സമയാസമയങ്ങളും അറിയിക്കുന്നതായിരിക്കും. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാ മേഖലയിലും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് സെക്കുലർ വേൾഡ്. ഇതിൻ്റെ അപ്ഡേഷൻ അത്രമാത്രം ശക്തമായി നടക്കാത്തൊരു മേഖലയാണ് സ്പിരിച്വൽ മേഖല. 1994 സെമിനാരിൽ പഠിച്ച മിഷൻ്റെ സ്ട്രാറ്റജീസ് ഇന്നും ഫോളോ ചെയ്യുകയാണ്. 2008 സെമിനാരിൽ പഠിച്ചപ്പോൾ നമ്മൾ പരിശീലിച്ച ഹെർമനോട്ടിക്സിൻ്റെ ടാക്ടിക്സ്, വ്യാഖ്യാനശാസ്ത്രം, അതിൻ്റെ പ്രിൻസിപ്പിൾസ് കാലം മാറുന്നതിനനുസരിച്ച് സുവിശേഷ സന്ദേശത്തിൻ്റെ ശുശ്രൂഷയുടെ രീതികൾക്കും വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന് അപ്ഡേഷൻ അല്ലെങ്കിൽ ഔട്ട്ഡേഷൻ. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിക്കനുസരിച്ച്, കാലത്തിൻ്റെ ഡിമാൻഡ്സിനനുസരിച്ച് നാം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ മറ്റു ചോയ്സ് ഇല്ല, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും ഈ കാലഘട്ടത്തിൽ. അതിനുവേണ്ടിയാണ് വലിയ ദർശനത്തോടെ ക്രാന്തദർശിയായ നമ്മുടെ സൂപ്രണ്ട് പ്രിയപ്പെട്ട ഷമൽ സാറ് ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചത്. കഴിഞ്ഞ 1.5 വർഷം ഈ പ്രോഗ്രാം നടത്തുവാൻ എനിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ശക്തമായ സപ്പോർട്ടുണ്ടായിരുന്നു. നമ്മുടെ റീജിയണൽ ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ബിറ്റേഴ്സ്, നമ്മുടെ ലോക്കൽ ചർച്ചിലെ പാസ്റ്റേഴ്സ്, അതുകൊണ്ടാണ് 700 പാസ്റ്റേഴ്സിന് വരാൻ സാധിച്ചു, 12 സഹോദരിമാർ ഉൾപ്പെടെ. അത് നന്ദിയോടെ സ്മരിക്കുന്നു. ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. യോഹന്നാൻ 2:9 വായിക്കുമ്പോൾ നാം ഇങ്ങനെ വാക്യം വായിക്കുന്നു: വീഞ്ഞ് എവിടെ നിന്നെന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴി അറിഞ്ഞില്ല. ശുശ്രൂഷൻ എന്ന വാക്ക് അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് യോഹന്നാൻ 2:9. നമുക്കറിയാം, വെള്ളത്തിൻ്റെ കെമിക്കൽ കോമ്പസിഷൻ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജനാണ്. വീഞ്ഞിൻ്റെ കെമിക്കൽ കോമ്പസിഷൻ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ പ്ലസ് കാർബൺ ആണ്. സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച് ഉണ്ട്. കെമിക്കൽ കോമ്പസിഷൻ മാറും, അതിൻ്റെ കെമിസ്ട്രി മാറും, എല്ലാം മാറും. യോഹന്നാൻ പറഞ്ഞു, ഏകദേശം 110 അടി ആഴമുള്ള കിണറ്റിൽ നിന്നും 6 കൽപ്പാത്രമാണ്. ഒരു കൽപ്പാത്രത്തിൻ്റെ കപ്പാസിറ്റി 150 ലിറ്ററാണ്. 6 × 150 900 ലിറ്റർ. കിർലോസ്കറിൻ്റെ മോട്ടോർ വെച്ചല്ല വെള്ളം പമ്പ് ചെയ്യുന്നത്, തൊട്ടിയും കയറ് കൊണ്ട് വെള്ളം കോരുകയാണ്. പ്രത്യേകം യോഹന്നാൻ പറഞ്ഞത് വക്കോളം നിറച്ചു. 900 ലിറ്റർ വെള്ളം കിണറ്റിൽ നിന്ന് കോരി നിറച്ചു. എൻ്റെ അർത്ഥം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, വേദോസ്തവത്തിൽ രേഖപ്പെടുത്തുന്ന യോഹന്നാൻ്റെ ഭാഷയിൽ ആദ്യത്തെ അടയാളം, ആദ്യത്തെ അടയാളത്തിൻ്റെ മാർമിക രഹസ്യം മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ശുശ്രൂഷക്കാർ. കൃത്യമായിട്ട് പറഞ്ഞു, അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെ ഇത് സംഭവിച്ചത്. ആ അർത്ഥത്തിൽ ശുശ്രൂഷ എന്നുള്ള വാക്ക് നാം ഉപയോഗിക്കുമ്പോൾ ദൈവിക ശുശ്രൂഷയുടെ നിയോഗമേറ്റെടുത്ത നമ്മൾ കൊണ്ട് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷയുടെ മർമ്മങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശുശ്രൂഷയിൽ ഗുണപരമായ മാറ്റങ്ങൾ സംഭവിക്കും. ശുശ്രൂഷ എന്ന വാക്കിൻ്റെ ന്യൂ ടെസ്റ്റ്മെൻ്റിൻ്റെ അർത്ഥം കൊച്ചു വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ്. 7 പ്രധാനപ്പെട്ട തലങ്ങളുണ്ട്.
ഹു ഈസ് എ മിനിസ്റ്റർ ഇൻ അസംബ്ലീസ് ഓഫ് ഗോഡ്. ഏത് സഭയിലും ആയിക്കോട്ടെ, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗം ഏറ്റെടുത്ത ഒരു ശുശ്രൂഷനെ പറ്റിയുള്ള ഒരു 7 പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഒന്ന്, വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ കിങ്. നമ്മൾ രാജാവിൻ്റെ ശുശ്രൂഷകരാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിലെ പാസ്റ്റേഴ്സ് എന്ന പ്രശ്നങ്ങൾ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വാക്കുകൊണ്ട് സകലവും നിർമ്മിച്ച, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, അണ്ടഘടകങ്ങളെ നിയന്ത്രിക്കുന്ന രാജാവിൻ്റെ ശുശ്രൂഷ. 14 വീട്ടിലുള്ള ഒരു ചർച്ചിലെ പാസ്റ്ററല്ല ഞാൻ. ഐ ആം ദ മിനിസ്റ്റർ ഓഫ് ദ കിങ്, സർവാധി സൈന്യാധിപനായ ദൈവത്തിൻ്റെ ശുശ്രൂഷ. 2, എനിക്ക് നൽകപ്പെട്ട നിയോഗം രാജ്യം പണിയുന്ന ശുശ്രൂഷയാണ്. എൻ്റെ രാജ്യം പണിയല്ല, എൻ്റെ സഭയുടെ രാജ്യം പണിയല്ല, അവൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്ന ശുശ്രൂഷ. 3, വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ വേർഡ്, W ഇൻ ക്യാപിറ്റൽ. നമ്മൾ വചനത്തിൻ്റെ ശുശ്രൂഷകരാണ്. കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനത്തിൻ്റെ ശുശ്രൂഷ. അതൊക്കെ വ്യാഖ്യാനിക്കാൻ നമുക്ക് സമയമില്ല, ഞാൻ പോയിന്റ്സ് മാത്രം പറഞ്ഞു. 4-ാമത്തെ വിഷയം, കളങ്കമില്ലാതെ നമ്മെ ദൈവസ്ഥലിൽ നിർത്തുവാൻ പര്യാപ്തനായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകരാണ്. നമ്മുടെ കൂടെയുള്ള ദൈവമാണ് ക്രിസ്തു, ഇമ്മാനുവൽ, ക്രൈസ്റ്റ് ഹു ഈസ് വിത്ത് അസ്. ദൈവശാസ്ത്രത്തിൽ, സിസ്റ്റമാറ്റിക് തിയോളജിയിൽ പരിശുദ്ധാത്മാവിനെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം, ഗോഡ് ഹു ഈസ് വിത്തിൻ അസ്. ക്രിസ്തു കൂടെയുള്ള ദൈവമാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ദൈവമാണ്. 5, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളുടെ ചുരുളഴിക്കുന്ന ശുശ്രൂഷകരാണ്. അത് പലർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇന്നലെ രാത്രി മനസ്സിലായവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ സെഷൻസിൽ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവാഞ്ചലിസത്തെ പറ്റി കേട്ടു. സുവിശേഷത്തിൻ്റെ സാധ്യതയെപ്പറ്റിയും ശുശ്രൂഷയുടെ സാധ്യതയെപ്പറ്റിയും പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്ന സെഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വി ആർ അൺവെയിലിംഗ് ദ മിസ്റ്ററീസ് ഓഫ് ദ കിങ്ഡം. നമ്പർ 6, നമ്മുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ആണ് ദൈവജനം, പീപ്പിൾ ഓഫ് ഗോഡ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് തിയോളജിയിൽ. ദൈവത്തിൻ്റെ ഹൃദയസ്പന്ദനത്തെ നെഞ്ചിലേറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ശുശ്രൂഷിക്കാനുള്ള നിയോഗമാണ് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ഒരു ലോക്കൽ ചർച്ചിനെയോ ഒരു റീജിയനെയോ ഒരു സെക്ഷനെയോ പരിപാലിക്കുന്ന ശുശ്രൂഷ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ക്ലാസ് പറഞ്ഞിരുന്നു. വെറും അജപരിപാലനത്തിലോ അജപരിപോഷണത്തിലോ പരിരക്ഷണത്തിലോ ഒതുങ്ങുന്ന ഒരു ശുശ്രൂഷയല്ല. ദൈവത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കുന്ന. നമ്പർ 7, ന്യൂ ടെസ്റ്റ്മെന്റ് തിയോളജിയിൽ സഭ ഒരു പോസ്റ്റ് റിസറക്ഷൻ കമ്മ്യൂണിറ്റിയാണ്. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് സഭ സംജാതമായെങ്കിൽ ഫണ്ടമെന്റലി ചർച്ച് ഈസ് എ പോസ്റ്റ് റിസറക്ഷൻ കമ്മ്യൂണിറ്റി. പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച എല്ലാ ക്രിസ്തു സഭകളും പുനരുത്ഥാനത്തിൻ്റെ ശക്തി ധരിക്കുന്ന സഭയാണ്. നമ്മിൽ വ്യാപരിക്കുന്ന തമസിൻ്റെ ശക്തികളെ കീഴ്പ്പെടുത്തുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണെങ്കിൽ ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ ശുശ്രൂഷകരാണ് നമ്മൾ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഉദ്ഘാടന സമ്മേളനത്തിൽ പിന്മഴയെപ്പറ്റി പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു റലം, ശുശ്രൂഷയുടെ ഒരു ആത്മതലം അഭിഷേകം റിലീസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സെഷനിൽ ഇൻക്ലൂഡിങ് ദ ഡിപ്പാർട്ട്മെൻ്റൽ പ്രസൻറ്റേഷൻ. 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കാൻ സമയമില്ല. ശ്രദ്ധിക്കാം. 2, ഈ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെമ്പേഴ്സാണ്. 23 ബാച്ചിൽ നമ്മുടെ സൂപ്രണ്ട് ഏകദേശം നമുക്ക് 17 ബാച്ചിലും സാറാണ് ക്ലാസ് എടുത്തത്. ഐസക് സാർ ഏകദേശം 20ഓളം 18 19 ബാച്ച്. തോമസ് വിൽ സാറും 16 17 ബാച്ച്. തിരുവല്ലയിൽ നിന്നോ അടൂർ നിന്നോ കരവാളിൽ നിന്നൊക്കെയുള്ള മിനിമം ട്രാവലിംഗ് കാർ ഡിസ്റ്റൻസ് മിനിമം 4.5 കിലോമീറ്റർ 4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ എത്തത്തുള്ളൂ. 9 മണിക്ക് ക്ലാസ് ആരംഭിക്കണമെങ്കിൽ ഷമീൽ സാറ് വെളുപ്പിന് 3:30 എഴുന്നേറ്റ് വണ്ടി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും. ഡ്രൈവറുണ്ട്, അത് വേറൊരു കാര്യം. സെയിം ഇസ് ദ കേസ് അബൌട്ട് തോമസ് വിൽ സാർ ആൻഡ് ഐസക് സാർ. ഇങ്ങോട്ട് 4.5 മണിക്കൂർ അല്ലെ 5 മണിക്കൂർ. മിക്കവാറും എല്ലാ ആഴ്ചകളിലും 9 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ 10 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വരുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ ലക്ഷ്യമാണ്. ഒരു 5 വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ്, വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കോഴ്സ് വെറുതെ വേറൊരു കോഴ്സ് ഇല്ലാത്തതുകൊണ്ട് പ്ലാൻ ചെയ്തതല്ല. ഈ കോഴ്സ് കണ്ടതിന് ശേഷം ഇതിൽ മറ്റ് സഭകളിലെ ചർച്ചകളിലെ പാസ്റ്റേഴ്സ് പങ്കെടുത്തു, അസംബ്ലീസ് സഭകളിലെ മെമ്പേഴ്സ് പങ്കെടുത്തു, ന്യൂ ഇന്ത്യ ചർച്ചകളിലെ പാസ്റ്റേഴ്സ് പങ്കെടുത്തു, പലരും പങ്കെടുത്തു. വളരെ കുറച്ച് പേര്. നമ്മുടെ കോഴ്സിൻ്റെ സിലബസ് മറ്റ് ഡിനോമിനേഷൻസ് ഞാൻ പലർക്കും അയച്ചു കൊടുത്തു. ദേ ആർ പ്ലാനിങ് ടു കണ്ടക്ട് ഇറ്റ്. അപ്പം 5 വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ്, വാട്ട് ഇസ് ദ സ്കോപ്പ് ഓഫ്, എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? 1, പുനരവലോകനം. ഇംഗ്ലീഷിൽ റിവ്യൂയിങ് എന്ന് പറഞ്ഞാൽ
നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, ശുശ്രൂഷയുടെ മേൽ ആയിരിക്കുന്ന അവസ്ഥയെപ്പറ്റിയും ആയിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ, അതാണ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. മറ്റു മേഖല നമ്മുടെ അപജയങ്ങൾ, ശുശ്രൂഷയുടെ അപജയങ്ങൾ കണ്ടെത്തപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ തെറ്റുകൾ തിരുത്താനായിട്ട് നമ്മെ അതിനെ സമർപ്പിക്കുന്നു. അപ്പോൾ പുനരവലോകനം അല്ലെങ്കിൽ റിവ്യൂയിങ് ദ മിനിസ്ട്രി. രണ്ട്, ഈ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് റീഡിഫൈനിങ് ആണ്. നമുക്ക് പരിചിതമായ ഒത്തിരി സങ്കല്പങ്ങൾ ശുശ്രൂഷയെ പറ്റി, പക്ഷെങ്കിൽ വി ആർ കമ്മിങ് ടുഗദർ ടു റീഡിഫൈൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ദിസ് മിനിസ്ട്രി. 21ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർത്ഥത്തിൽ ക്രിസ്തീയ ശുശ്രൂഷയുടെ ഫൗണ്ടേഷൻസ് എന്തായിരിക്കണം, അതിൻ്റെ മുനമ്പുകൾ എന്തായിരിക്കണം, അതിരുകൾ എന്തായിരിക്കണം, അതിർവരമ്പുകൾ, അതിനെപ്പറ്റിയുള്ള പുനർവ്യാഖ്യാനങ്ങൾ, പുനർനിർവചനങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ശുശ്രൂഷയെ കണ്ട അതേ ആ പാറ്റേണിൽ അതിനെ പുനർനിർവചിക്കാൻ ശ്രമിക്കുകയാണ്. വചനത്തിൻ്റെ സനാതന സത്യങ്ങളെ അനുസരിച്ച്, ദൈവാത്മാവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ശുശ്രൂഷയെ പുനർനിർവചിക്കുന്നു. 3, പുനർസന്ദർശനം, ഇംഗ്ലീഷിൽ റീവിസിറ്റിംഗ് ദ മിനിസ്ട്രി. ഒരു കാലത്തെ ഇടയ ശുശ്രൂഷയിൽ, നമ്മുടെ ശുശ്രൂഷയുടെ തുടക്കങ്ങളിൽ നമുക്കുണ്ടായ ദൈവാനുഭവങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. ആദ്യ സ്നേഹം, ആദ്യ ഭക്തി, ആദ്യ സമർപ്പണം, ആദ്യ വിശുദ്ധി, ആദ്യ വിശ്വാസം, അഭിഷേകത്തിന് ആദ്യ തലങ്ങൾ. സോ വി ആർ ബ്രോട്ട് ബാക്ക് ടു ദ ഓൾഡൻ ഡേയ്സ്. ഒന്നാമത്തെ ദിനങ്ങളിലേക്ക് പുനർസന്ദർശനം. കൃത്യമായിട്ട് പറഞ്ഞാൽ ദൈവാനുഭവങ്ങൾ സംഭവിച്ച സന്ദർഭങ്ങളെ നമ്മൾ വീണ്ടും സന്ദർശിക്കുകയാണ്. 4, റീഇഗ്നിഷൻ എന്ന് പറയും, അതായത് പുനർജ്വലനം. റെഫറൻസ് 2 തിമോത്തിയോസ് 1:6. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രാൻസ്ലേഷൻ ഈസി ടു റീഡ്, ERV എന്ന് പറയും, പുതിയ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. ട്രാൻസ്ലേഷനിൽ പൗലോസ് തിമോത്തിയോട് ഉപദേശം ഞാൻ വ്യാഖ്യാനിക്കുന്നു. അദ്ദേഹം പറയുന്നു, കൃപാവരങ്ങൾ എന്ന് പറയുന്ന തീനാളം, അത് തീനാളത്തിൻ്റെ ലെവലിൽ നിന്നും നീ തീ ജ്വാലയാക്കി, തീക്കുണ്ടമാക്കി മാറ്റണം. ലെറ്റ് ദ gifts of the Holy Spirit turn from the level of flame to the level of fire. കൈകൊണ്ട് വീശിയാൽ തിരുനാളം കെട്ടുപോകും. ഒരു വിട്ടലിൻ്റെ ചെറുകടിയിൽ തിരുനാളം കെട്ടുപോകും. പക്ഷെങ്കിൽ തീക്കൊണ്ടം കെടുത്താനായിട്ട് സാധ്യമല്ല. ഈ കോഴ്സിൻ്റെ 4ാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റീഇഗ്നിഷനാണ്. വീണ്ടും ജ്വലിപ്പിക്കുക. എൻ്റെ കൈവയ്പിനാൽ നിങ്ങളുടെ കൃപാവരം വീണ്ടും ജ്വലിപ്പിക്കുകയാണ് നമ്മൾ നൽകപ്പെട്ട കൃപാവരങ്ങൾ. 5ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് റീഡെഡിക്കേഷൻ, പുനഃസമർപ്പണമാണ്. യെശയ്യാവ് ദേവാലയത്തിൽ കണ്ടതും, ശമൂവേൽ ബാലൻ ശീലോവിൽ ദർശിച്ചതും, ഡമാസ്കസ് ഗേറ്റിൽ ശൗല് കണ്ടതും, പോസ്റ്റ് റെസറക്ഷൻ വെന്യൂസിൽ ശിഷ്യന്മാർക്ക് ലഭിച്ചതൊക്കെ ഒരു റീഡെഡിക്കേഷൻ്റെ അവസരമാണ്. നമ്മുടെ ജെ ജോസഫ് പാസ്റ്റർ മൂവാറ്റുപുഴയുടെ പ്രസ്ബിറ്റർ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ 3 മേഖലാ ഡയറക്ടർമാർ ഈ കോഴ്സിൽ പങ്കെടുത്തു. നമ്മുടെ കഴിഞ്ഞ ബാച്ചിലെ 53 പ്രസ്ബിറ്റേഴ്സിൽ 45 പ്രസ്ബിറ്റേഴ്സ് വന്നു. ബാക്കി 8 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വരാൻ സാധിച്ചില്ല. വരാത്ത പാസ്റ്റേഴ്സ് പറഞ്ഞാൽ മെഡിക്കലി അൺഫിറ്റാണ്, അവർക്ക് അത്രയും ദൂരത്ത് സഞ്ചരിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് വന്നില്ലെന്നേ ഉള്ളൂ. അതർവൈസ് ദേ ഹാവ് കോപ്പറേറ്റഡ്. അപ്പോൾ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്ന സന്ദർഭങ്ങൾക്ക് വേണ്ടി ഒരു കാത്തിരിപ്പ്, അതാണല്ലോ നമ്മുടെ സന്ദേശങ്ങൾക്ക് അടിസ്ഥാനം. റീഡെഡിക്കേഷൻ. ഈ കോഴ്സിൻ്റെ സന്ദർഭം നമ്മുടെ പുനഃസമർപ്പണത്തിൻ്റെ അവസരമാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ സ്കോപ്പ് എന്താണ്? വാട്ട് ഇസ് ദ സ്കോപ്പ് ഓഫ് ദിസ് കോഴ്സ്? 1, വൈഡർ യൂസബിലിറ്റി, മലയാളത്തിൽ വിശാലമായ ഉപയോഗ്യത. നമ്മളെല്ലാവരും, ഞാൻ സഹിതം നമ്മളെല്ലാവരും ഇതുവരെ ഉപയോഗിക്കപ്പെട്ട മേഖലകൾ ഒത്തിരിയുണ്ട്. അല്പം മാറി ചിന്തിക്കുവാൻ, വേദോസ്തവൻ്റെ ഭാഷ പറഞ്ഞാൽ വേറിട്ട് വഴിയെ സഞ്ചരിക്കുവാൻ, ഇതുവരെ പ്രയോജനപ്പെടാത്തൊരു, ഇതാണ് ഇപ്പോൾ നമ്മുടെ TT ജേക്കബ് പാസ്റ്റർ പറയാൻ ശ്രമിച്ചു, ഇതുവരെ പ്രയോജനപ്പെടാത്തൊരു മേഖലയെ കണ്ടെത്താനുള്ള ഒരു അക്ഷീണമായ പരിശ്രമം, ഇതുവരെ ജ്വലിക്കപ്പെടാത്തൊരു പുതിയ കൃപാവരത്തെ ജ്വലിപ്പിക്കാനുള്ള ഒരു അദ്വിതീയമായ സമർപ്പണം. 2, ബെറ്റർ പ്രൊഡക്ടിവിറ്റി, മലയാളത്തിൽ മെച്ചപ്പെട്ട ഉൽപാദനക്ഷമത. ഉൽപാദനക്ഷമത എപ്പോഴും ഇൻക്രീസിങ് ലെവലാണ്. 2 വാക്കുകൾ. 1, മികവറ്റ ശുശ്രൂഷയുമുണ്ട്, മികവുറ്റ ശുശ്രൂഷയുണ്ട്. അർത്ഥം നേരെ കോൺട്രാസ്റ്റിംഗ് ആണ്. നമുക്ക് വേണ്ടത് മികവുറ്റ ശുശ്രൂഷയാണ്. വായുടടിയിൽ ഒരു കുനിപ്പ് വന്നാൽ അത് കുനിപ്പ് മാറിയാൽ മികവറ്റതായി. ഇന്ന് പല ശുശ്രൂഷകരും മികവറ്റവരായി മാറുന്നു, മികവറ്റ ശുശ്രൂഷകൾ ആയി മാറുന്നു. ഒറ്റ എക്സാമ്പിൾ, ഒരു പാരാമീറ്റർ ഞാൻ പറയട്ടെ. ഇതിനേക്കാൾ ഭംഗിയായി ശുശ്രൂഷ ചെയ്യാൻ സാധ്യമല്ല എന്ന് ശുശ്രൂഷയുടെ യജമാനൻ പറയുന്ന ആ ഒരു കമൻ്റാണ്. ദാറ്റ് ഇസ് ദ സമം ബോട്ടം ഓഫ് ദ മിനിസ്ട്രി. ഇതിനേക്കാൾ ഭംഗിയായിട്ട് സങ്കീർത്തന പ്രബോധനം നടത്താൻ സാധ്യമല്ല. 3ാമത്തെ ശ്രദ്ധിക്കണം, ആക്സിലറേറ്റഡ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ വേഗത വർദ്ധിക്കുന്ന ചലനക്ഷമത എന്ന് പറഞ്ഞാൽ കാലുകളും കൈകളും മനസ്സുമൊക്കെ വേഗത്തിൽ ചലിക്കുന്ന ശുശ്രൂഷ. കാരണം
നമ്മുടെ സ്ഥിരകളിലോടുന്ന് ഒരു 33.5 തിരുവയസ്സിൽ ജീവനെ അർപ്പിച്ച ഒരു ദൈവത്തിൻ്റെ പുത്രൻ്റെ രക്തമാണ്, ഒരു വയോധികൻ്റെ രക്തമല്ല. നമ്മുടെ ചിന്തകൾക്ക് പുതിയ മാനം കൈവരുന്നു നമ്മുടെ സമർപ്പണത്തിന്. റെഫറൻസ് ഞാൻ പറയാം. മർക്കോസ് 2 വായിക്കുമ്പോൾ തളർവാദ രോഗിയെ ഇനി ഒരിക്കലും എഴുന്നേൽക്കയില്ല എന്ന് സമൂഹം വിധി എഴുതിയ, സ്വയം വിധി എഴുതിയ ഒരു തളർവാദ രോഗിയെ 4 പേരുടെ തോളിൽ ചുമന്ന് കൊണ്ടുവന്നപ്പോൾ പീറ്ററോസ് പറഞ്ഞു, ഐ എം പ്രിപ്പയർഡ് ടു ബ്രേക്ക് ദ റൂഫ് ഓഫ് മൈ. തളർവാദ രോഗിയുടെ സൗഖ്യം സംഭവിക്കുന്നത് ഈ ചുമന്നവരുടെ മനസ്സിലാണ്, അവരുടെ സമർപ്പണത്തിലാണ്. അത് കണ്ടപ്പോൾ വീടിൻ്റെ മേൽപ്പുര വിളിക്കാൻ ഉടമസ്ഥൻ തയ്യാറാവുന്നു. ആക്സിലറേറ്റ്, അല്പം കൂടെ വേഗത്തിൽ സഞ്ചരിക്കുവാൻ. നമ്മൾ മിഷൻ മീറ്റിംഗ് ആയിട്ട് കഴിഞ്ഞുള്ളൂ. ഇനി സുവിശേഷം അറിയാത്ത ഇന്ത്യയിലെ 3.5 ലക്ഷം ഗ്രാമങ്ങളിലേക്ക് എൻ്റെ സാന്നിധ്യം എത്തിക്കുവാൻ. സ്തോത്രം. ഇനിയും പൊട്ടിക്കപ്പെടാത്ത FD റെസിപ്റ്റുകളൊക്കെ പൊട്ടിച്ച് ഈ തീരത്ത് കാണുന്ന സ്റ്റാളിലേക്കൊക്കെ നൽകുവാൻ. നമ്പർ 4, അവസാനമായിട്ട് ദ ബ്രേക്ക് ത്രൂ അനോയിൻറ്റിങ്. അഭിഷേകമില്ലാത്തവരോട് വന്നിട്ടില്ല, പക്ഷെങ്കിൽ അഭിഷേകത്തിൻ്റെ തലത്തിലൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കണം. ഒരു അഭിഷേകത്തിൻ്റെ ബ്രേക്ക് ത്രൂ, ഒരു വലിയ വഴിത്തിരിവ് സംഭവിക്കുമ്പോൾ ശുശ്രൂഷയുടെ തലങ്ങൾ മാറും, ശുശ്രൂഷയുടെ മാനങ്ങൾ മാറും. 2023 ഏപ്രിൽ മാസം 17 ആരംഭിച്ച നമ്മുടെ അഡ്വാൻസ് മിനിസ്റ്റേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ 1ാമത്തെ ലെവൽ അവസാനിച്ചു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ നിങ്ങൾക്കറിയാം, ഡോക്ടർ PS ഫിലിപ്പ്. ഞങ്ങൾ ജോയിച്ചാൻ എന്ന് പറയും. അത് ഹൂസ്റ്റണിലാണ്. ഒരു പക്ഷേ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വില അനുസരിച്ച് 1.5 കോടി രൂപ വരെയുള്ള 1 ഏക്കർ ഏലത്തോട്ടം. അതിൻ്റെ ബിസിനസ്മാരെ ബ്രദർ ജോയ്സി വറി സജി ബ്രദർ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ആ മുഴുവൻ പണികളും നടത്തിയത്. ഫർണിഷിംഗ് സഹിതം 2 കോടി, ഓണക്കോടിയല്ല, 200 ലക്ഷത്തിലധികം രൂപ വരെയുള്ള 16,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ്, 3 നിലക്കെട്ടും വീഡിയോയിൽ കാണാൻ സാധിക്കും. 16,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിന് മാത്രം 2 കോടി, വസ്തുവിന് 1.5 കോടി, 3.5 കോടി. കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം അടുത്ത ബിൽഡിങ്ങിന് തറക്കല്ലിട്ടു. 60 ലക്ഷത്തിൻ്റെ 3000 സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിംഗ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉദ്ദീപിച്ച ഒരു സത്യം, അതൊരു പ്രസ്ഥാനമായിട്ട് മാറി. സ്തോത്രം. 2012 ഈ ബിൽഡിങ് ഡെഡിക്കേറ്റ് ചെയ്തെങ്കിലും 11 വർഷം കാത്തിരിക്കേണ്ടി. ഇടയ്ക്ക് കൊച്ചു മീറ്റിങ്സും കോൺഫറൻസൊക്കെ നടന്നു. വർഷമെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഫംഗ്ഷന് വേണ്ടി അത്രയും ദിവസം കാത്തിരിക്കേണ്ടി വന്നു. കഴിഞ്ഞ 15 വർഷങ്ങൾ ഈ പ്രസ്ഥാനത്തെ നമ്മുടെ 23 ബാച്ചിൽ 20 ബാച്ച് അവിടെ വെച്ച്, 3 ബാച്ച് പുല്ല് വെച്ചാണ്. 20 ബാച്ചിന് വേണ്ടിയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അധ്വാനിച്ച ഒരു കർത്താവിൻ്റെ ദാസനാണ് ബ്രദർ ജോയ്സി വറീസ്, സജി എന്ന് പറയും. നമ്മുടെ അണക്കര ബൈബിൾ കോളേജിൻ്റെ ഡയറക്ടർ റവൻ KC ജോൺ ഇപ്പോൾ നിയമിതനായിട്ട് ചില മാസങ്ങളേ ആയിട്ടുള്ളൂ. കർത്താവിൻ്റെ ദാസൻ്റെ വരവ് നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ ഡീൻ ഓഫ് അക്കാഡമിക്സ് പാസ്റ്റർ ഷോൺ എബ്രഹാം, ചർച്ച് മാസ്റ്റേഴ്സുള്ള കർത്താവിൻ്റെ ദാസൻ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ, 1.25 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഷോർട്ട് നോട്ടീസ് ആയിട്ട് കൃത്യമായിട്ട് വീഡിയോ തയ്യാറാക്കാൻ സാധിച്ചില്ല. നമ്മൾ ദൈവനിച്ചാൽ ജൂൺ മാസം 16 ഞങ്ങളുടെ സ്റ്റോൾ അവിടെ നിങ്ങൾക്ക് സന്ദർശിക്കാൻ സാധിക്കും. ഇപ്പോൾ 3 കോഴ്സുകളുണ്ട്. ഡിപ്ലോമ ഇൻ തിയോളജി ഉണ്ട്, ബാച്ചലർ ഓഫ് തിയോളജി ഉണ്ട്, CCS എന്ന് പറഞ്ഞ കോഴ്സാണ്. കർത്താവിന് വെച്ചാൽ ജൂൺ മാസം 16 2 കോഴ്സ് ആരംഭിക്കുകയാണ്. ഒന്ന് CMIS, സർട്ടിഫിക്കറ്റ് ഇൻ മിസിയോളജി, മറ്റേത് സർട്ടിഫിക്കറ്റ് ഇൻ ക്രിസ്ത്യൻ മിനിസ്ട്രി. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ താല്പര്യമുള്ളവരെ പരിശീലിപ്പിക്കുന്ന ഒരു ത്രൈമാസ കോഴ്സാണ്. 3 മാസം മാത്രമേ കോഴ്സിന് ദൈർഘ്യമുള്ളൂ. 2ാമത്തെ കോഴ്സ് മറ്റ് സെമിനാരിൽ പഠിച്ച് മറ്റ് സഭകളിൽ നിന്നൊക്കെ അസംബ്ലീസ് കോളേജ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടല്ല സർട്ടിഫിക്കറ്റ് ഇൻ ക്രിസ്ത്യൻ മിനിസ്ട്രി. അത് 2-3 മാസത്തെ കോഴ്സാണ്, റെസിഡൻഷ്യൽ കോഴ്സാണ്. വിശദാംശങ്ങൾ സ്റ്റോളിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യും. അതിനുശേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട KC ജോൺ സാർ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്, സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമാണ്. സഹകരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. കർത്താവിന് മഹത്വം. ട്രിനിറ്റി ബൈബിൾ കോളേജിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട TA വർഗീസ് അച്ഛന് വിശദമായി സംസാരിച്ചല്ലോ. ആ സ്ഥാപനത്തെയും നടക്കുന്ന പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേക അപേക്ഷിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചില മാസങ്ങൾക്ക് മുൻപ് അതിൻ്റെ ചുമതല ഏറ്റെടുക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ചുമതലയിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ ഡയറക്ടർ എന്ന ഒരു പൊസിഷനിലാണ് എന്നെ ആക്കിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ആരെ ഞാൻ ഡയറക്റ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചൊക്കെ അങ്ങ് നടത്താനാണ് ചിന്തിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അവിടെ മലയാളം
മലയാളം അധ്യയനം ആണ് അവിടെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബഥേൽ ബൈബിൾ കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ സെറാംപൂരിൻ്റെ അഫിലിയേഷൻ കിട്ടിയതുകൊണ്ട് ഇംഗ്ലീഷിൽ ആണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മലയാളം വിങ് അങ്ങോട്ട് മാറ്റുവാനിടയായി തീർന്നത്. മലയാളത്തിൽ പഠിക്കുവാൻ താല്പര്യപ്പെടുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും അവിടേക്ക് പറഞ്ഞു വിടണം. നിർബന്ധമായും നമ്മുടെ സഭകളിൽ, അസംബ്ലീസ് ഓഫ് ഗോഡ് സഭകളിൽ ദൈവവചനം പഠിക്കുവാൻ താല്പര്യപ്പെടുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഉത്സാഹിപ്പിച്ച് പ്രാർത്ഥിച്ചവരെ അയക്കണമെന്ന് പ്രത്യേക ഒരു അപേക്ഷ കൂടെ ദൈവസന്നിധിയിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ സമയത്ത് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. വിശേഷാൽ താവെ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായും പ്രവർത്തനങ്ങൾക്കായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയും അതിൻ്റെ വ്യാപ്തിക്കായി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും കർത്താവിൻ്റെ വേല ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് വൈകുന്നേരം ആ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. വിശേഷാൽ ഹൈ റേഞ്ചിൽ ആരംഭിച്ചിരിക്കുന്ന കർത്താവെ ട്രിനിറ്റി ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. താവെ വരുന്ന നാളുകളിൽ വലിയ ദൈവപ്രവൃത്തി താവെ അവിടെ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക ദൈവദാസന്മാരെ വാർത്തെടുക്കുവാൻ താവിൻ്റെ ദാസന്മാർക്ക് അതേ കർത്താവെ കൂടുതൽ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുവാനുള്ള ദൈവകൃപ ആ സ്ഥാപനത്തിലൂടെ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിശേഷാൽ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാൻ പ്രസൻറ്റ് ചെയ്യുവാൻ അവിടുത്തെ ദാസൻ ടി വർഗീസ് അച്ഛനെ അതിനായി കർത്താവ് ബലപ്പെടുത്തതിനാൽ സ്തോത്രം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും കർത്താവെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും എല്ലാ കൈത്താങ്ങലുകൾക്കും പ്രാർത്ഥനയ്ക്കും ഞങ്ങൾ തിരുസല്ലവർക്ക് വേണ്ടി നന്ദി പറയുന്നു. തുടർന്നും കർത്താവെ നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടുകൾ കർത്താവിന് ദാസൻ ടി എ വർഗീസ് അവറുകൾ നമുക്ക് പങ്കുവെച്ചു. അദ്ദേഹം വളരെ ചുറുചുറുക്കോടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമുക്ക് അറിവുള്ളതാണ്. കരങ്ങൾ തട്ടി കർത്താവിൻ്റെ ദാസൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ജോൺ സാറിനും നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ഏജ്ഡ് മിനിസ്റ്റേഴ്സ് അസിസ്റ്റൻസിൻ്റെ ചുമതലപ്പെട്ടവരാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നടുവിൽ പ്രായാധിക്യം കൊണ്ടും പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങൾ, രോഗങ്ങൾ ഇവയാൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ കിടക്കയിലും അതുപോലെ വിശ്രമത്തിലൊക്കെ ആയിരിക്കുന്ന ദൈവദാസന്മാർ അനേക സഭകളിൽ ശുശ്രൂഷിച്ച് അവരുടെ ചോരയും നീരുമെല്ലാം ദൈവരാജ്യത്തിനു വേണ്ടി സഭകളുടെ സ്ഥാപനത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ക്ഷീണിതരായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആരുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായി അങ്ങനെയുള്ള ദൈവദാസന്മാരെ ചേർത്ത് നിർത്തുവാൻ കാരുണ്യപരമായി ഇടപെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന പാസ്റ്റർ അലക്സാണ്ടർ ഉമ്മൻ അവറുകൾ, അതുപോലെ എൻ്റെ സെക്രട്ടറി പാസ്റ്റർ ഇസർഡ് അബ്രഹാം, അവർ രണ്ടുപേരും ഇന്ന് വേദിയിലുണ്ട്. തുടർന്നുള്ള സമയങ്ങൾ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ നമ്മുമായി പങ്കുവയ്ക്കും. ആദ്യമായിട്ട് പാസ്റ്റർ ഇസർഡ് അബ്രഹാം ചില മിനിറ്റുകൾ നമ്മുടെ മധ്യയെ എടുക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. സദസ്സിലും സ്റ്റേജിലും ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാരുണ്ടല്ലോ. നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ ചാർലി കെ ജോൺ കൊളത്തുപ്പുഴ, പാസ്റ്റർ സുരേഷ് നെടുമങ്ങാട് AG ചർച്ച്, പാസ്റ്റർ ബോബസ് തിരുവനന്തപുരം, ഈ ദൈവദാസന്മാർ പന്തലിൻ്റെ സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ സമയമാണ്. ഒരു മയക്കത്തിൻ്റെയും ഒക്കെ ഒരു ആലസ്യത നമ്മുടെ ജീവിതത്തിൽ അലട്ടുന്ന സമയമാണ്. അപ്പോൾ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൽ വേണ്ടവണ്ണം ആളുകളുടെ ഹൃദയങ്ങളിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു വിഷയമാണ്
ഏജ്ഡ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ്. അധ്യക്ഷനായിരിക്കുന്ന ദൈവദാസൻ ഓർപ്പിച്ചു, നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനം ഈ കാണുന്ന നിലയിൽ വളർന്ന് പന്തലിച്ചൊരു വലിയ പ്രസ്ഥാനമായി തീരുന്നതിൻ്റെ പിൻപിൽ ആയുസിൻ്റെ നല്ലൊരു കാലം കർത്താവിൻ്റെ വേല ചെയ്യാനും കഷ്ടപ്പെട്ട് അധ്വാനിപ്പാനും ഒക്കെ ഇടയായി. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രായാധിക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളാൽ, ശാരീരിക ക്ലേശം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയാൽ ശുശ്രൂഷയൊക്കെ ചെയ്യാൻ കഴിയാതെ ഭവനങ്ങളിൽ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അവരെ പരിചയപ്പെടുവാനും അവരെ അഭിനന്ദിക്കാനും അവരുടെ ശുശ്രൂഷകളെ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചില വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊടുത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഏജ്ഡ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ്. 3-4 വർഷമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. 2024 ഓഗസ്റ്റ് മാസം മുതൽ അതിൻ്റെ ചെയർമാനായി നമ്മുടെ സ്റ്റേജ് വിഭീഷണനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അലക്സാണ്ടർ ഉമ്മൻ അവറുകൾ അതിൻ്റെ ചെയർമാനായും അതിൻ്റെ സെക്രട്ടറിയായി ഞാനും ശുശ്രൂഷിക്കുന്നു. എൻ്റെ പിന്നാലെ കമ്മിറ്റി അംഗങ്ങളായി പാസ്റ്റർ സുരേഷ്, പാസ്റ്റർ ചാണ്ടി കെ ജോൺ, പാസ്റ്റർ ബോബസ്, ഈ ഇത്രയും പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് ഈ ഉത്തരവാദിത്വം ലഭിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട സൂപ്രണ്ടുമായി സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കി വേണ്ടമണ്ണുള്ളൊരു പ്രവർത്തനത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. ക്ഷീണിതരായിരിക്കുന്നവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. ദക്ഷിണ മേഖലയിലും മധ്യമേഖലയിലും ഇങ്ങനെ ക്ലേശം അനുഭവിക്കുന്ന ദൈവദാസന്മാർ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ പേരുകളൊക്കെ കളക്ട് ചെയ്ത് വരുന്ന ദിനങ്ങളിൽ അവർക്കൊരു കൂട്ടായ്മ അഥവാ കൂട്ടി വരുത്തി ഒരു നല്ല കൂട്ടായ്മ നൽകുവാനുള്ള ആഗ്രഹത്തിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ ക്ഷീണാവസ്ഥയിലും ബുദ്ധിമുട്ടിലും അനുഭവിക്കുന്ന ഏതാണ്ട് 13 ദൈവദാസന്മാർക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ മുൻകൈ എടുത്ത് ഇപ്പോൾ അവരെ മാസാമാസം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു മാസത്തേക്ക് 60,000 രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. വേണ്ട നിലയിലുള്ള സപ്പോർട്ടുകൾ അത് ഇതുവരെയും ലഭിക്കുന്നില്ല. അല്പസ്വല്പമൊക്കെ ലഭിക്കുകയും കൈത്താങ്ങൽ ചെയ്യുകയും ചെയ്തത് നമ്മുടെ ചെയർമാനാണ്. അതിൻ്റെ എനിക്കറിയാവുന്ന ഇത്രയും കാര്യങ്ങളാണ്. ബാക്കിയുള്ള ഒന്നുകൂടെ വിശദമായി സംസാരിപ്പാൻ ചെയർമാനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. പ്രൈസ് ലോർഡ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്റ്റേജിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങളെ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് സെക്രട്ടറി വിശദമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ അതിനെ പിന്നെയും എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ക്ഷീണിതരായി ദുഃഖിതരായി ഭവനത്തിൽ കർത്താവിൻ്റെ വേല ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ദൈവദാസന്മാരെ ഓർക്കുവാൻ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ തന്ന താല്പര്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രസംഗിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, പ്രാർത്ഥിക്കുവാനൊക്കെ നമുക്ക് കഴിയും. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാർ, അനേകരെ രക്ഷയിലേക്ക് നടത്തിയ ദൈവദാസന്മാർ, നമ്മുടെ സംഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ടായ ദൈവദാസന്മാരെ കാണുവാനോ നോക്കുവാനോ അറിയുവാനോ ആർക്കും മനസ്സിലായിരുന്നപ്പോൾ ഈ ഉത്തരവാദിത്വം ദൈവദാസന്മാർ AG സെക്ഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങളെ ചുമതലപ്പെടുത്തി. ഏതാണ്ട് 3 വർഷം കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചുമതലയിൽ ആയിരിക്കാൻ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നു. ഏതാണ്ട് ഞാൻ 33 വർഷമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എന്നാൽ ഇതുവരെ ഒരു പൈസ പോലും ആരുടെയും കയ്യിൽ നിന്ന് മേടിക്കാതെ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ, അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ, അനേക ദൈവദാസന്മാരെ സഹായിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങളെ തന്നു. ഈ മൗന്യമായ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്ഷീണിതരായിരിക്കുന്നവരെ നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പൈസയുടെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും പുറകോട്ടാണ്. പ്രാർത്ഥിക്കാൻ മിടുക്കുക, പ്രസംഗിക്കാൻ മിടുക്കുക, എല്ലാത്തിനും കഴിവുണ്ട്. പക്ഷേ 5 പൈസ ഒരാളെ സഹായിക്കുവാൻ പറയുമ്പോൾ ഇതിനൊന്നും മനസ്സില്ല. ഇതാ ഏറ്റവും വലിയ സുവിശേഷം. കർത്താവ് പറഞ്ഞു, ഈ ചെറിയവന് ചെയ്തിരിക്കുന്നു എനിക്ക് ചെയ്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്.
നമ്മുടെ ഹൃദയം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അത് താഴ്ത്തി ഏൽപ്പിക്കുക. നിവൃത്തിയില്ലാത്തവർ, അത് അനാരംഭരായിരിക്കുന്നവർ, സഹായമില്ലാത്തവർ, ശുശ്രൂഷന്മാർ, സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ആയുസ്സിൽ ആരോഗ്യമുള്ളപ്പോൾ നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാർ ക്ഷീണിതരായിരിക്കുമ്പോൾ അവരെ കാണുവാൻ ഒരു കണ്ണും ഇന്ന് ലോകത്തിലില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു ചുമതല കർത്താവിൻ്റെ ദാസന്മാർ എന്നെ ഏൽപ്പിച്ചു. എന്നെ ആവോളം ചെയ്യുവാൻ ദൈവം എനിക്ക്, ആരെല്ലാം ചെയ്താലും ചെയ്തില്ലേലും എനിക്ക് ജീവനുള്ള കാലത്തോളം എന്നെ ഏൽപ്പിച്ച ദൗത്യം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അനേർക്കൊരു ഹൃദയങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ. ഞാൻ 1 മിനിറ്റ് ദൈവജനത്തിൽ കൂടി പോകാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ കൂടെ അനേകരെ കടന്നു വന്നു. അത് കഴിഞ്ഞ 3 ദിവസമായി അവർക്ക് ആഹാരമില്ലാതെ പട്ടിണി ഇരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. കഴിഞ്ഞ രാത്രിയിലൊക്കെ നമ്മൾ കേട്ടതാണ്. എന്നാൽ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. എന്നാൽ ഇവിടെ പാവം പിടിച്ച ഒരു പൈതലിൻ്റെ കയ്യിൽ 5 എവത്തപ്പം. ഈ എവത്തപ്പത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി ചിന്തിക്കാറില്ല. പാവം പിടിച്ച ഒരു കുടുംബത്തിലെ മാതാവ് തൻ്റെ മകന് വേണ്ടി 5 എവത്തപ്പവും ഉണ്ടാക്കി 2 മീനും കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് കൊണ്ട് കഴിച്ചോണമെന്ന്. എന്നാൽ ആർക്കും കാണാത്ത ഒരു കണ്ണ് ഈ പൈതലിൻ്റെ മേൽ ദൈവദാസന്മാർക്കുണ്ടായി. പ്രൈസ് ഗോഡ്. അവർ പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഈ രാത്രി ഞങ്ങൾ എവിടെ പോകും? അത് എത്ര രൂപയ്ക്ക് മേടിച്ചാലൊക്കും. പക്ഷേ ഇവിടെ ഒരു ബാലൻ്റെ കയ്യിൽ 5 എവത്തപ്പം ഉണ്ട്. ഈ എവത്തപ്പം മനുഷ്യൻ തിന്നുന്നല്ല, വെറും സാധുക്കൾ കഴിക്കുന്നതാ. ഈ എവമെന്ന് പറയുന്നത് കുതിരയ്ക്കും കഴുതയ്ക്കൊക്കെ ഇടിച്ചു കൊടുത്ത് അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ധാന്യമായ എവത്തപ്പം. എന്നാൽ നിവൃത്തിയില്ലാത്ത ഈ കുടുംബത്തിന് അത് എവത്തപ്പം ചുട്ട് യേശുവിൻ പ്രസംഗം കേൾക്കാൻ വന്നപ്പോൾ ആ എവത്തപ്പം, ആർക്കും ഇഷ്ടമില്ലാത്ത എവത്തപ്പം കർത്താവിൻ്റെ കയ്യിൽ വന്നപ്പോൾ കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ ഓരോരുത്തരുടെ വായിക്ക് ഇഷ്ടമുള്ള രുചിയായി തീർന്ന് അവർ തിന്ന് തൃപ്തരായി തീർന്നപ്പോൾ 12 കൊട്ട ഏറ്റെടുത്തു. നിന്റെ കയ്യിൽ എന്തുണ്ട്? കർത്താവ് ചോദിക്കുന്നു, നിന്റെ പക്കൽ എന്തുണ്ട്? ഇന്ന് പലക്കാലം ഞാനൊന്ന് ചോദിക്കട്ടെ. 2 അതേ കാശുള്ള വിധവ ഉള്ളതെല്ലാം ഇട്ടു. നിനക്ക് എന്തുണ്ടെന്നല്ല, നിനക്ക് നല്ലൊരു മനസ്സുണ്ടായിരിക്കണം. പാവം പിടിച്ച ദൈവദാസന്മാരെ സഹായിക്കുവാൻ ദൈവം അതേ ഇത്രത്തോളം എന്നെയും കരങ്ങളിൽ എടുത്തല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അനേകർക്കൊരാശ്വാസമായി, അനേക ചർച്ചകൾക്കൊരാശ്വാസമായി, അനേക ദൈവദാസന്മാർക്ക് ആശ്വാസമായി. അത് എൻ്റെ ജീവിതകാലം മുഴുവനും ഇത്രത്തോളം എന്നെ ബലപ്പെടുത്തി. 80 വയസ്സ് വരെ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ, കർത്താവിൻ്റെ ദാസന്മാരെ സഹായിപ്പാൻ ദൈവം എൻ്റെ കരങ്ങളെ ബലപ്പെടുത്തി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ തലമുറകളെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്ക. എന്തു കൊടുത്തെന്നല്ല, 2 കാശിട്ട വിധവയെ പോലെ ഉള്ളത് ദൈവദാസന്മാർക്ക് അത് വീതിച്ചു കൊടുക്കുവാൻ നമുക്ക് നല്ലൊരു മനസ്സുണ്ടായിരിക്കണം. അതാ ഈ ലോകത്തിൽ കാണുന്നതൊക്കെ മാറിപ്പോകും. നമ്മുടെ കാറുകൾ, വീടുകൾ, സമ്പത്തുകൾ എല്ലാം മാറിപ്പോകും. എന്നാൽ മാറ്റപ്പെടാത്ത ഒന്നുണ്ട്, അത് നിത്യത്തിൽ നിനക്ക് വേണ്ടി ഒരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിൽ ദൈവം അത് പണിഞ്ഞുകൊണ്ടിരിക്കുക. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമ്മളെ ആവോളം അതേ ദൈവാത്മാവ് ഇടയാക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ മിഷനറിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവദാസന്മാരെ പ്രാർത്ഥിക്കുക. അത് നിങ്ങളെല്ലാം ആഹ്വാനം ചെയ്യുന്നു. സഹായിക്കുവാൻ കഴിവുള്ളവരെല്ലാം ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതേ പ്രവർത്തിക്കട്ടെ. ഓരോ ദൈവദാസന്മാർക്കും 5000 രൂപ വെച്ച് കൊടുക്കുന്നു. അവർക്ക് കിട്ടുമ്പോൾ സന്തോഷമാണ്. റെൻറ്റ് കൊടുക്കാൻ നിവൃത്തിയില്ല, ഒരു ചായ കുടിക്കുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ ദൈവജനത്തിൽ പറഞ്ഞു, നിങ്ങൾ നടത്തി വരെ നിങ്ങൾ ഓർക്കണമെന്ന്. നമ്മൾ മറന്നു പോകും. നമ്മുടെ പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാർ, നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാർ, അതേ ഓരോരുത്തരും കഷ്ടം അനുഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടി അതേ അനേക ദൈവദാസന്മാർ അതേ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അവരുടെ പൈതങ്ങളെ വിവാഹം ചെയ്യുവാൻ നിവൃത്തി
നിവർത്തിയില്ലാതെ 30-ഉം 25-ഉം 35-ഉം വയസ്സുള്ള പെൺപിള്ളാരെ കെട്ടിക്കുവാൻ നിവർത്തിയില്ലാതെ അനേകരുണ്ട്. നിന്റെ മനസ്സെങ്ങനുണ്ട്? അനേകരെ സഹായിപ്പാൻ അത് ദൈവാത്മാവ് ദിവസങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് സംസാരിക്കട്ടെ. എനിക്ക് തന്ന സമയത്തിനായി സ്തോത്രം. നിങ്ങൾ തുടർന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ അത് ആഹ്വാനം ചെയ്തുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വിശദമായ കാര്യങ്ങൾ പ്രിയ ചെയർമാൻ ഓർപ്പിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ സെക്ഷനിൽ ഞങ്ങളുടെ പ്രസ്ബിറ്ററാണ് ഈ മീറ്റിംഗ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ ടൗൺ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ പാസ്റ്ററായിട്ടാണ് ശുശ്രൂഷിക്കുന്നത്. 24-ൽ ഈ ഉത്തരവാദിത്വം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഏൽപ്പിച്ചപ്പോൾ കഴിയുന്നത്രോളം വിശ്വസ്തയോടെ ആ ഉത്തരവാദിത്വം ചെയ്തു തീർക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവിടുന്ന് യാത്ര ചെയ്ത് നെടുമങ്ങാട്, കാട്ടാക്കിട, ദക്ഷിണ മേഖലയിലും മധ്യമേഖലയിലും ഒക്കെ സഞ്ചരിച്ച് ഇങ്ങനെയുള്ള അനുഭവത്തിൽ കഴിയുന്നവരെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി. ഏതാണ്ട് 30 പേരോളം ഈ അനുഭവത്തിലുള്ളവരുണ്ട്. ദൈവം അനുവദിച്ചാൽ ഫെബ്രുവരി മാസം ദക്ഷിണ മേഖലയിൽ വെച്ചും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മധ്യമേഖലയിലും വെച്ച് ഇവർക്കൊരു കൂട്ടായ്മ നൽകുവാൻ വിളിച്ചുകൂട്ടി അവരുടെ അനുഭവങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഉള്ളത് പറഞ്ഞാൽ ഇതിലെ സാമ്പത്തികമായ ഒരു ഫണ്ടും ഇതുവരെ ഇല്ല. ഉള്ള ഫണ്ട് തീർന്നിട്ട് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണമെങ്കിൽ ഫണ്ട് കണ്ടെത്തണം. ധാരാളം പിരിവുകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നു. ദയവായി ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. സാമ്പത്തിക വഴികളെ ദൈവം തുറക്കുവാൻ, ചില മീറ്റിങ്ങുകൾ മേഖലകളിൽ നടത്തുവാൻ ദൈവം വഴി തുറക്കേണ്ടതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം സാമ്പത്തിക വഴികളെ ഒരുക്കും. ഞങ്ങൾക്ക് വലിയ പ്രത്യാശയുണ്ട്. 3 മേഖലകളിലും അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ വരുന്ന ദിവസങ്ങൾ നടത്തുവാൻ ആഗ്രഹമുണ്ട്. പ്രാർത്ഥന ചോദിച്ചതുകൊണ്ട് ഇതിനവസരം തന്ന ചെയറിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ടി ജേക്കബിന് ഒരു കാര്യം കൂടെ ഓർപ്പിക്കാനുണ്ട്. താൻ വിട്ടുപോയ കാര്യം. പ്രൈസ് ദി ലോർഡ്. 1 മിനിറ്റ് കൊണ്ട് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു മാർട്ടിൻ മാത്യു, അദ്ദേഹം രാപ്പകൽ അഹോരാത്രം അധ്വാനിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ റൂട്ട് മാപ്പുകൾ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. കൂടാതെ പ്രവർത്തകരായി ഏകദേശം 40ഓളം പ്രവർത്തകരുണ്ട്. അവരിൽ പലരും അസംബ്ലീസ് ഓഫ് ഗോഡുകാരല്ല, ഇതര പ്രവർത്തനങ്ങൾ ഈ ടീം പ്രവർത്തനം കണ്ടിഷ്ടപ്പെട്ട് എന്നോട് ജോയിൻ ചെയ്തവരാണ്. അതിൽ ഓരോ പഞ്ചായത്തിൽ പോകുമ്പോഴും വരുവാൻ സാവകാശമുള്ള 20-നും 30-നും ഇടയ്ക്കുള്ള ആളുകളുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ആ കുടുംബങ്ങളെ ഓർത്ത്, ആ ദേവദാസന്മാരെ ഓർത്ത്, മാർട്ടിൻ മാത്യുവിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മാസത്തിൽ ഒരു വർക്ക്, അങ്ങനെയെങ്കിൽ ഒരു വർഷം 12 വർക്ക് 12 സഭകളെ പ്രതികരിച്ച് നടക്കണം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അതിനാവശ്യമാണ്. ഇതിന് സാമ്പത്തികമായി സഹായിക്കുന്നവരോ അത് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ വിശ്വാസത്തിന് വേലയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ അഭ്യർത്ഥിക്കുന്നു. അവസരം നൽകിയവർക്ക് നന്ദി പറയുന്നു. താങ്ക് യു പാസ്റ്റർ. പ്രത്യേകിച്ച് ഏജ്ഡ് മിനിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം കേൾക്കുവാനിടയായി. പ്രത്യേകിച്ച് അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ പ്രിയ കർത്താവിൻ്റെ ദാസൻ സ്വന്തം റിസ്കിലാണ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തു. നമുക്ക് ആ ഡിപ്പാർട്ട്മെൻ്റ് പ്രവർത്തനങ്ങൾക്കായിട്ട് അഭിനന്ദനത്തിൻ്റെ പ്രതീകമായി കരങ്ങൾ തട്ടി ഒരു ആദരം അർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കൗൺസിലിംഗ്. ശുശ്രൂഷകന്മാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും നാം എല്ലാം ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ മാനസിക തലങ്ങളെ ദൈവവചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും ശുശ്രൂഷിക്കുന്ന ഈ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം വളരെ നിസ്തുലമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന നമുക്കെല്ലാവർക്കും പരിചിതനായ റവറൻഡ് ഡോക്ടർ സന്തോഷ് ജോൺ അവറുകളാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. വളരെ ആദരപൂർവ്വം പ്രിയ സാറിനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠ നാമം
ഈ ഉച്ച കഴിഞ്ഞ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അനുഗ്രഹീതന്മാരായ ദൈവഭൃത്യന്മാർ, എൻ്റെ മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വിശേഷിച്ച് ഈ ഉച്ച കഴിഞ്ഞ സെക്ഷൻ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന മൂവാറ്റുപുഴ സെക്ഷൻ്റെ പ്രസ്ബിറ്റർ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെ ജോസഫ് അവറുകൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് നമ്മുടെ നടുവിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ഫിലിപ്പ് സാറ്, പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് ചില സ്ലൈഡുകൾ മാത്രം നിങ്ങളെ ഒന്ന് കാണിച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി വേഗതയിലിരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്ക് അറിയാം, പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ കാലഘട്ടം ഒരു വല്ലാത്ത തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പത്രമാധ്യമങ്ങളിലൂടെ നാം കണ്ടുവരുന്ന വസ്തുതകളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മാനസികമായി വല്ലാത്ത പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സമൂഹം, കുഞ്ഞുങ്ങൾ, കൗമാരക്കാർ, യൗവനക്കാർ, പ്രായമുള്ള പ്രിയപ്പെട്ടവർ, വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മധ്യത്തിൽ കൗൺസിലിംഗ് എന്ന ശുശ്രൂഷയ്ക്ക് വളരെ വളരെ പ്രാധാന്യതയുണ്ട് എന്നത് മറന്നു പോകുന്നില്ല. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന് അനുഗ്രഹീതമായ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചില വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കുവാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മനസ്സായി. പെന്തക്കോസ്ത് സമൂഹത്തിലെ ആദ്യത്തെ കൗൺസിലിംഗ് PhD-കാരനായ ഡോക്ടർ ഐസക് വി മാത്യു സാറ് ഈ പ്രസ്ഥാനത്തിൻ്റെയും പേട്രനായിട്ട് പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ നേതൃത്വം നൽകുന്ന ഈ ശുശ്രൂഷകളിൽ എന്നോടൊപ്പം 5 പ്രിയപ്പെട്ടവരാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോസൊക്കെ ഞാനിനി വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ഈ സ്ലൈഡ്സ് മാറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഐസക് സാറിനോടൊപ്പം KS അമൽ സാറ്, പാസ്റ്റർ സാംബി മാത്യു, ഡോക്ടർ ജെയിംസ് ജോർജ്, നമ്മുടെ ഒരു ഫാക്കൽറ്റി മെമ്പറായിട്ട് പ്രവർത്തിക്കുന്ന സ്കറിയ പാപ്പച്ചൻ സാറ് തുടങ്ങിയ പ്രിയപ്പെട്ടവർ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് പ്രത്യേകിച്ച് 2 പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് കെയർ ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്കറിയാം, മാനസികമായൊരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മുൻപോട്ട് പോകാനുള്ളതായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് കൗൺസിലിങ്ങിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ എത്തിച്ചേരുന്നത്. അവരെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടുന്നതായ കൗൺസിലിംഗ് നൽകുവാനുള്ള ശുശ്രൂഷയാണ് ഒന്നാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഓരോ പ്രിയപ്പെട്ടവരെയും അതിന് പ്രാപ്തരാക്കുവാൻ, പ്രത്യേകിച്ച് കർത്തൃദാസന്മാരെ പ്രാപ്തരാക്കുവാനുള്ളതായ ഒരു പ്രവർത്തനമാണ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ. ഇന്ന് 2ാമത്തെ ബാച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ 2ാമത്തെ ബാച്ച് ഓൺലൈനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 47 വിദ്യാർത്ഥിനികൾ ആ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദോഹയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റർ. ദോഹ AG ചർച്ചിൻ്റെ പ്രവർത്തകർ, പ്രിയപ്പെട്ടവർ ഇവിടെ പ്രഭാതത്തിലുണ്ടായിരുന്നല്ലോ. ബ്രദർ എബ്രഹാം ബി മത്തായി അവിടുത്തെ ഇപ്പോഴത്തെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. പാസ്റ്റർ സജി P, കർത്താവിൻ്റെ ദാസൻ അവിടെ പാസ്റ്ററായിരുന്ന സമയത്താണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഇടവന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം 12-ാം തീയതി 22 പേരടങ്ങുന്ന ആദ്യത്തെ ബാച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ബാച്ച് ഗ്രാജുവേഷൻ നടക്കുവാൻ ഇടയായി തീർന്നു. അവരൊക്കെ ശുശ്രൂഷയിലേക്ക് അവരുടെ ഏൽപ്പിച്ചിരിക്കുന്ന നേഴ്സസ്, ഡോക്ടേഴ്സ്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള അനേക പ്രിയപ്പെട്ടവർ ആ കോഴ്സിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് ആ പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരൊക്കെ ഇന്ന് കർത്താവിൻ്റെ വേലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകരൊന്നുമല്ല, ബഹുഭൂരിപക്ഷം പേരും സാധാരണക്കാരായ വിശ്വാസികളാണെങ്കിലും അവരൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. ഈ കോഴ്സിൻ്റെ വിജയം കണ്ടിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ 40ഓളം പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്യാനിടയായി. ഇപ്പോൾ 47 പേര് എല്ലാ തിങ്കളാഴ്ചയും നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. ഈ വർഷത്തെ ഗ്രാജുവേഷൻ സർവീസ് ദോഹയിൽ വെച്ച് ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് നടക്കുന്നത്. അന്ന് 5 ഒമാൻ ഒഴിച്ചുള്ളതായ ബാക്കി എല്ലാ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളതായ കാൻഡിഡേറ്റ്സ് അവിടെയുണ്ട്. അവർ ഗ്രാജുവേഷന് വേണ്ടി അവിടെ കടന്നു വരും. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലഘട്ടത്തിൽ കൗൺസിലിംഗ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ആ ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി അവിടേക്ക് കടന്നു വരുന്നു, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, അവർക്കത് പ്രയോജനപ്പെടുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ അവബോധം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടവരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കേരളത്തിൽ നടത്തി വരുന്ന പ്രോഗ്രാമുകളുണ്ട്. കഴിഞ്ഞ
വർഷം നടത്തിയ ഒരു പ്രോഗ്രാമാണ് സർട്ടിഫിക്കറ്റ് ഇൻ കൗൺസിലിംഗ് സ്കിൽസ് എന്ന പ്രോഗ്രാം. സ്നേഹഭവനിലാണ് തുവിയൂർ വെച്ച് നടക്കുവാൻ ഇടയായി തീർന്നു. അസംബ്ലീസ് ഓഫ് ഗോഡുകാരെ കൂടാതെ മറ്റ് സംഘടനകളിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ, മാർത്തോമായിൽ നിന്ന് ഒക്കെയുള്ള സഹോദരങ്ങൾ ആ കോഴ്സിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരാഴ്ച നീണ്ടു നിന്ന സ്കിൽസ് മാത്രം ട്രെയിനിങ് കൊടുത്ത ഒരു നല്ല പ്രോഗ്രാം അവിടെ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടിൻ്റെ ബഹുമാനപ്പെട്ട ശമൽ സാറിൻ്റെയും തന്നോടൊപ്പം ഉള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും അനുഗ്രഹീതമായ സപ്പോർട്ട് ഈ ശുശ്രൂഷകൾക്ക് എന്നും കൂട്ടായിട്ടുണ്ട്. ഈ അക്രഡിറ്റേഷൻ പ്രോസസ്സ് ലഭിക്കുവാൻ വേണ്ടി കഴിഞ്ഞൊരു വർഷത്തെ പ്രയത്നഫലമുണ്ടായി. ഈ പ്രോഗ്രാം നമ്മൾ വെറുതെ കൊടുത്തു അസംബ്ലീസ് ഓഫ് ഗോഡ് സർട്ടിഫിക്കറ്റ് ആണ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും മറ്റ് സംഘടനകളിലുള്ളവർക്ക് താല്പര്യക്കുറവുണ്ടായതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു അക്രഡിറ്റേഷൻ ബോഡിയെ സമീപിക്കണമെന്ന് തോന്നിയത്. അങ്ങനെയാണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ തിയോളജിക്കൽ അക്രഡിറ്റേഷൻ എന്ന ഒരു സംഘടനയുടെ അക്രഡിറ്റേഷനോടുകൂടി ഈ പ്രവർത്തനങ്ങൾ, ഈ പ്രോഗ്രാം നടത്തുവാനായിട്ട് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഈ കോഴ്സുകൾക്കെല്ലാം തന്നെ ആ അക്രഡിറ്റേഷൻ പ്രോഗ്രാംസ് അക്രഡിറ്റേഷൻ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പാസ്റ്റേഴ്സിന് വേണ്ടി മാത്രം അത്യാവശ്യമായ ഒരു ക്രാഷ് കോഴ്സ് നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ സ്നേഹഭവനിൽ വെച്ച് നടത്തി. അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛന് മിനിസ്റ്റേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ വേണ്ടി ശ്രമകരമായ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഓരോ പാസ്റ്റേഴ്സിനെയും എത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അതുപോലെ വിളിച്ച് അവരെ കൊണ്ടുവരുന്ന പ്രയത്നം പോലെ ഞാൻ പല പാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തവരെയൊക്കെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു. അവസാനം എനിക്ക് മനസ്സിലായത് അങ്ങനെ നടത്താൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. എത്ര പ്രോഗ്രാംസ് ഓഫർ ചെയ്താലും ആ തരത്തിൽ മുൻപോട്ട് വരാൻ വിമുഖത കാണിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട്. പ്രാധാന്യത തിരിച്ചറിയാഞ്ഞിട്ടാണോ, കൗൺസിലിങ്ങിൻ്റെ ആവശ്യകത അറിയാൻ വയ്യാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇന്നും ചില സന്ദർഭങ്ങളിലെങ്കിലും കൗൺസിലിങ്ങിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് മാറണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ളതായ ഉൾക്കരുത്ത് നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഓരോ ശുശ്രൂഷകർക്കും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ബേസിക് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പബ്ലിക്കേഷനാണ് AG ജേണൽ ഓഫ് കൗൺസിലിംഗ് എന്ന ഒരു മനോഹരമായ ജേണൽ പബ്ലിഷ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് 4 ജേണൽസ് നമുക്ക് പുറത്തിറക്കുവാനായിട്ട് കഴിഞ്ഞു. അനുഗ്രഹീതമായ ഈ കാലഘട്ടത്തിലെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ട് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾസാണ് അതിൽ പബ്ലിഷ് ചെയ്യുന്നത്. ATA-യും സെറാംപൂറിൻ്റെയും മറ്റ് ഇതര വിഭാഗങ്ങളിൽപ്പെട്ടതായ വേദപാഠശാലകളിലേക്ക് നമ്മളത് അയച്ചു കൊടുക്കുന്നു. അവിടെയുള്ള വേദവിദ്യാർത്ഥികൾക്ക്, കൗൺസിലിംഗ് വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനകരമാകത്തക്ക രീതിയിൽ ആ പ്രവർത്തനവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ദൈവത്തിൻ്റെ കൃത്യമായ ഇടപെടലും സാന്നിധ്യവും ഞങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. ഐസക് സാർ സാധാരണയായിട്ട് പറയുന്നത് പോലെ 3ാമത് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്നായി മാറേണ്ടത് റീഹാബിലിറ്റേഷനാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നല്ല, പെന്തക്കോസ്ത് സമൂഹങ്ങൾക്കൊക്കെ പലപ്പോഴും അല്പം കുറവ് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫീൽഡും റീഹാബിലിറ്റേഷനിലാണ്. നമുക്കറിയാം ഇന്ന് അഡിക്ഷൻ പോലെയുള്ളതായ സെൻറ്റേഴ്സിൻ്റെ ആവശ്യകത കൂടി വരികയാണ്. അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സമയം എൻ്റെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ സ്കൂൾ തലം മുതൽ യൗവനക്കാരുടെ ഇടയിൽ മുതൽ സാധാരണക്കാരുടെ ഇടയിൽ വരെ വളരെ കാര്യമായി ലഹരിയുടെ സാന്നിധ്യം, വിവിധങ്ങളായ അഡിക്ഷൻ, ആസക്തിയുടെ പ്രയാസങ്ങളൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മധ്യത്തിൽ ദൈവസഭ വളരെ കാര്യമായി പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് റീഹാബിലിറ്റേഷൻ. അതിനു വേണ്ടുന്നതായ ഒരു ചുവടുവയ്പ് കൂടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം വഴികളെ തുറക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ 1-2 വാക്കിൽ ഞാനൊരു ചെറിയ പ്രവർത്തനത്തെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ സമയത്തിനകത്തിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് അക്കാഡമി ഓഫ് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ അംഗീകാരം ലഭിക്കുവാനിടയായി തീർന്നു. ദീർഘവർഷങ്ങളായി ഓൺലൈനിലും കറസ്പോണ്ടൻസ് ആയിട്ടും MDU പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണത്. നമ്മുടെ ഇടയിൽ റെസിഡൻഷ്യലായിട്ട് വേദപാഠശാലയിൽ കടന്നു വന്ന് അല്ലെങ്കിൽ നമ്മുടെ ബൈബിൾ സ്കൂളുകളിൽ കടന്നു വന്ന് താമസിച്ച് പഠിക്കുവാൻ സൗകര്യമില്ലാത്തതായ പ്രിയപ്പെട്ടവർക്ക്, അത് ദൈവദാസന്മാരാകണമെന്നില്ല, ലേറ്റിക്ക് പോലും ഡിഗ്രി കഴിഞ്ഞവരോ അല്ലെങ്കിൽ വൈദിക വിദ്യാഭ്യാസത്തിൻ്റെ ഏതെങ്കിലും ബേസിക് കോഴ്സസ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഈ കോഴ്സിന് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. അവർക്ക് MDU
ലഭിക്കുവാനുള്ളതായ ക്രമീകരണമാണ് കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നത്. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് പ്രിയ ഷമേൽ സാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ പേര് മാറ്റി നമ്മൾ പുതിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. AG അക്കാഡമി ഓഫ് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന ആ പേരിലാണ് ഇന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റ് അറിയപ്പെടുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത 42 വിഷയങ്ങൾക്കും പുസ്തകങ്ങൾ സഹിതം, ഓൺലൈനിൽ ക്ലാസ്സുകൾ സഹിതം, അവർക്ക് അതിൻ്റെ റെക്കോർഡിംഗ് സഹിതം ഒക്കെ കൊടുക്കുന്ന ഒരു കൃത്യമായ പാക്കേജാണ് ആ പ്രോഗ്രാമിന് ഇന്ന് ഉള്ളത്. നമുക്ക് ഏകദേശം 11 രാജ്യങ്ങളിൽ നിന്നായിട്ട് 45 വിദ്യാർത്ഥിനികളാണ് ആ കോഴ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആദ്യത്തെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഈ പുതിയ പേരിട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ഗ്രാജുവേഷൻ സർവീസ് ഏപ്രിൽ മാസത്തിൽ ദോഹയിൽ വെച്ച് 20 പേര് ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ട്. അവർ MDU പ്രോഗ്രാം പൂർത്തിയാക്കി ഗ്രാജുവേഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കൺവെൻഷൻ ഗ്രൗണ്ടിലുള്ളതായ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാള് സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് താല്പര്യമുള്ളവർക്ക് ദയവായിട്ട് ആ സ്റ്റാളിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്റ്റാളിൽ കടന്നു വന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൗൺസിലിങ്ങിൻ്റെ ആവശ്യകത മനസ്സിലാക്കി പേര് രജിസ്റ്റർ ചെയ്യുകയും അധ്യാപകരെ കാണുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ സഭകളിൽ, നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലൊക്കെ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യത തിരിച്ചറിഞ്ഞ് പരിചയപ്പെടുത്തുകയും മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും മാത്രമല്ല, നീറിപ്പുകയുന്ന അനുഭവങ്ങൾക്ക് മധ്യത്തിൽ ആരോടാ ഞാനിതൊക്കെ ഒന്ന് പങ്കുവെക്കേണ്ടത് എന്ന് ഭാരപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമായി തീർച്ചയായിട്ടും സത്യവേദ പുസ്തകത്തിൽ നാം വായിക്കുന്ന വാക്യങ്ങൾ പോലെ നമുക്ക് സഹായകനായി കർത്താവ് ഉണ്ടെങ്കിലും നമ്മെ കേൾക്കാൻ ഈ സമൂഹത്തിൽ ചില പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അതിനായിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ജനത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കുന്നു. ഈ പ്രവർത്തനങ്ങളിലെല്ലാം കൂട്ടായി നിൽക്കുന്ന, പിന്തുണ നൽകുന്ന ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക്, പ്രത്യേകിച്ച് TJ ഷമൽ സാറിന്, ഐസക് വി മാത്യു സാറിന്, തോമസ് ഫിലിപ്പ് പാസ്റ്റർക്ക്, പാസ്റ്റർ PK ജോസ് അവറുകൾക്ക്, പാസ്റ്റർ ബാബു വർഗീസിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കൃപകളും ഈ പ്രവർത്തനങ്ങൾക്കും ആ പ്രസ്ഥാനത്തിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവസരമൊരുക്കി തന്ന കർത്തൃദാസന്മാർക്ക് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സന്തോഷ് ജോൺ സാറേ. നമുക്ക് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കായി കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ പരിചയപ്പെടുത്തി നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി പിരിയാം. നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൻ്റെ അഭിമാനകരമായ ഒരു സെക്കുലർ സ്ഥാപനമാണ് AG പബ്ലിക് സ്കൂള്. കേരളത്തിലെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഇടം പിടിക്കുവാൻ, ചരിത്രം അടയാളപ്പെടുത്തുവാൻ നമ്മുടെ സമൂഹത്തെ ദൈവം വളർത്തിയതിനായിട്ട് എത്ര പേർക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന മേരിക്കുട്ടി ടീച്ചർ നമ്മുടെ നടുവിലുണ്ട്. തുടർന്ന് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തും. ബഹുമാനത്തോടെ പ്രിയ ടീച്ചറെ ക്ഷണിക്കുന്നു. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിനമ്പിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കിനമ്പിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ
നടത്തിടും ഭുജബലത്താൽ. Praise the Lord. Praise the Lord. സ്തോത്രം. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കട്ടെ. പാട്ടുകാരൻ പാടിയതുപോലെ സ്വപ്നം കാണുന്നത് പോലെ വാതിലുകളും വഴികളും ദൈവം തുറന്നതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ AG പബ്ലിക് സ്കൂൾ കടയ്ക്കൽ ദേശത്ത് നിലകൊള്ളുന്നത്. ഓഗസ്റ്റ് 3, 2000 ഇപ്പോൾ ബഥേൽ അധ്യാപകനായ ജോസാറുമായി എൻ്റെ വിവാഹം നടന്നു. അങ്ങനെ AG സമൂഹത്തിൽ ഒരു മരുമകളായി ഞാൻ കടന്നു വന്നു. AG സമൂഹം എന്നെ ഒരു മകളായി സ്വീകരിച്ചു. ഈ വലിയ പ്രസ്ഥാനമായ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയട്ടെ. ഇതിനു മുമ്പ് ഞാനൊരു കത്തോലിക്ക സഭ വിശ്വാസിയായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അന്ന് കത്തോലിക്ക സഭ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരേ ഒരു ക്രിസ്തീയ സഭ കത്തോലിക്ക സഭ മാത്രമായിരുന്നു. സാമൂഹിക സേവനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ആന്ധ്രാപ്രദേശിൽ സെൻറ് ആൻസ് കോൺവെൻറ്റിലേക്ക് കടന്നുപോയി. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നാകിയാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നു. എൻ്റെ വിവാഹം നടക്കുമ്പോൾ അബുദാബിയിൽ ബെസ്റ്റ് സ്കൂൾ അവാർഡ് നേടിയ ഷെവുഡ് അക്കാഡമി, അതായത് ഇന്ന് മെറിലാൻഡ് എന്നറിയപ്പെടുന്ന സ്കൂളിൽ ഞാൻ അധ്യാപികയായിരിക്കുന്ന സമയം 2003 HMC ടീം പാസ്റ്റർ ബാബു ജോസിൻ്റെ നേതൃത്വത്തിൽ കടക്കിൽ എത്തിച്ചേർന്നതാണ് AGക്ക് ഒരു സ്കൂൾ എന്ന സ്വപ്നത്തിലേക്ക് കടന്നു വരുവാനിടയായത്. അന്ന് 13 കുട്ടികളും 3 ടീച്ചേഴ്സുമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഡോക്ടർ ഐസക് വി മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബോർഡ് ഏറ്റെടുത്തു. ഞങ്ങളുടെ വിവാഹം സാർ നടത്തിയതുകൊണ്ട് ഞാൻ ഒരു അധ്യാപികയാണെന്ന് സാറിന് അറിയാമായിരുന്നു. സാറാണ് സ്കൂൾ ലീഡർഷിപ്പ് ഏറ്റെടുക്കുവാനായി ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തത്. 2003 മുതൽ 2004 വരെ HMCയുടെ കീഴിലാണ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നടന്നത്. ഈ സമയങ്ങളിൽ ബഹുമാനപ്പെട്ട ജോർജ് വർക്കി പാസ്റ്ററിൻ്റെ സഹായങ്ങളും എടുത്തു പറയേണ്ടതാണ്. 2004 ബഹുമാനപ്പെട്ട സാമുവൽ സാറുമായി സംസാരിക്കുകയും അത് ഏറ്റെടുക്കുവാനുള്ള ധൈര്യം സാർ കാണിക്കുകയും ചെയ്തു. അത് വിശ്വാസത്തിൻ്റെ ഒരു ചുവടുവയ്പ്പായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ സാറിൻ്റെ പ്രാർത്ഥനയും നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും എനിക്ക് ഒരു വലിയ അനുഗ്രഹമായിരിക്കുന്നു. സ്കൂളിൻ്റെ സ്ഥലം വാങ്ങുന്നതിനും കെട്ടിടങ്ങൾ പണിയുന്നതിനുമുള്ള ഫണ്ട് റേസ് ചെയ്യുന്നതിനും കർത്താവ് എന്നെ ഉപയോഗിക്കുകയുണ്ടായി. ആദ്യമായി ഞാൻ US ചെന്നപ്പോൾ എനിക്ക് താമസിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തന്നത് അതെപ്പോഴും എപ്പോൾ ന്യൂയോർക്കിൽ കടന്നു ചെന്നാലും ബഹുമാനപ്പെട്ട ക്വീൻസ് അസംബ്ലി ഓഫ് ഗോഡ് സഭയിലെ ജോൺ കുട്ടിയങ്ങളും ഡെയ്സി ആൻറ്റിയുമാണ്. എപ്പോഴും ന്യൂയോർക്കിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കുന്ന അവിടെയാണ്. അതുപോലെ രാജമ്പലി പാസ്റ്റർ, ജേക്കബ് വർഗീസ് പാസ്റ്റർ, പാസ്റ്റർ ജോൺ സാമുവൽ, റെവറൻഡ് PS എബ്രാഹിം പാസ്റ്റർ, ടൈറ്റസ് പാസ്റ്റർ, ഇങ്ങനെ ഒത്തിരി ദൈവദാസന്മാരുടെ സ്നേഹവും കരുതലും ലഭിച്ചത് ഞാൻ ഓർക്കുന്നു. എന്നെ കരുതി എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ സമയത്ത് പ്രത്യേകാൽ നന്ദി പറയുകയാണ്. സ്കൂളിൻ്റെ ഫണ്ട് റേസിങ്ങിൽ ധാരാളം ആളുകൾ സഹായിച്ചു. എനിക്ക് ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നു. ആദ്യത്തെ യാത്രയിൽ സാമുവൽസ്, വിൽസൺ ജോസ് പാസ്റ്റർ എന്നിവരാണ് യാത്രയുടെ ക്രമീകരണങ്ങൾ ചെയ്തു തന്നത്. അമേരിക്കയിലുള്ള സഭകൾ, പ്രോമിസ് മിനിസ്ട്രി, ഗൾഫിലുള്ള സഭകൾ, കേരളത്തിലുള്ള സഭകൾ, ഇവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ ഇത്തരണത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. 2010, 2012 അതുപോലെ തന്നെ 2019 മുതൽ 2021 വരെ മുൻകാലങ്ങളിൽ ചെയർമാനായി സേവനം ചെയ്ത, ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന ഫിലിപ്പ് സാറിനെയും, ഡയറക്ടേഴ്സായി സേവനം ചെയ്ത ഡോക്ടർ ഐസക് വി മാത്യു, ഫിലിപ്പ് സാമുവൽസ്,
MB സാമുവൽ സർ, തങ്കച്ചൻ സർ, ഉമ്മൻ പണിക്കർ സാർ എന്നിവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. സ്കൂളിൻ്റെ ഫൗണ്ടിങ് ചെയർമാനായി സാമുവൽ സാർ പ്രവർത്തിക്കുന്നു. പ്രിയമ്മാൾ ആൻറ്റിയുടെയും സ്കൂളിൻ്റെ പല കാര്യങ്ങളിലും ഭാഗവക്കാവുകയും സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ രാജു എം തോമസ് സ്ഥാപനത്തിൻ്റെ മാനേജരായി സ്തുത്യർഹമായി സേവനമനുഷ്ഠിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റർ ജോബി സാമുവൽസ്, അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പൽ മഞ്ജു അലക്സ്, ചീഫ് അക്കൗണ്ടൻ്റായി ഷിജി ജോൺ സർ എന്നിവർ വർക്ക് ചെയ്യുന്നു. സ്കൂൾ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു. 4 ഏക്കർ വിസ്തൃതിയുള്ള ഒരു മനോഹരമായ സ്കൂൾ ക്യാമ്പസ് ദൈവം നമുക്ക് നൽകി. LKG മുതൽ 12ാം ക്ലാസ് വരെ 1015 കുട്ടികൾ അധ്യയനം നടത്തുന്നു. ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫായി 101 പേർ പ്രവർത്തിക്കുന്നു. നമ്മുടെ സ്കൂൾ അക്കാഡമിക്സിലും ആർട്സിൽ, സ്പോർട്സിൽ എല്ലാം മുന്നേറുന്ന ഒരു സ്ഥാപനമാണ്. ഇന്റർ സ്കൂൾ ഫുട്ബോൾ കോമ്പറ്റീഷനിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ കുട്ടികൾ നേടി. 3000, 2500, 1500 ഒക്കെ കുട്ടികളുള്ള സ്കൂളുകളെ പിന്തള്ളിയാണ് കൊല്ലം ഡിസ്ട്രിക്ട് സഹോദയ കിഡ്സ് ഫെസ്റ്റിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ സ്ഥാപനം നേടിയത്. നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെ ചില മക്കളും വിശ്വാസികളും ഒക്കെ ടീച്ചേഴ്സായി നമ്മുടെ സ്ഥാപനത്തിലുള്ളതിൽ സന്തോഷിക്കുന്നു. ഇനിയും ചിലർ കൂടി കടന്നു വരുവാൻ ദൈവം സഹായിക്കട്ടെ. സ്കൂളിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ നിലയിലേക്കുമുള്ള റാമ്പിൻ്റെ പണികൾ നടക്കുന്നു. ഓഡിറ്റോറിയത്തിൽ മനോഹരമായ ഒരു സ്റ്റേജ്, ഇൻഡോർ ബാസ്കറ്റ് ബോൾ കോർട്ട്, അതുപോലെ വോളിബോൾ കോർട്ടിൻ്റെയും പണികൾ നടക്കുന്നു. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട KP ടൈറ്റസ് പാസ്റ്ററും കുടുംബവുമാണ് പ്രധാന കോൺട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കുന്നത്. ഇത്തരണത്തിൽ ആ പ്രിയ കുടുംബത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. സ്കൂൾ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗവും കൂടി പണി തീരുവാനുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. 2025-26 അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ എടുക്കുവാൻ ആ വിങ്ങിൻ്റെയും കൂടി പണി നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. KG സെക്ഷന് വേണ്ടി ഒരു പുതിയ ബിൽഡിംഗ് നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ പിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഈ KG വിങ്ങിൻ്റെ റൂംസ്, അതുപോലെ വിങ്സ് ഒക്കെ നിങ്ങൾക്ക് സഭയിലെ ദൈവദാസന്മാർക്കും സഭകൾക്കുമൊക്കെ ഏറ്റെടുത്ത് പണിയുവാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങളുടെ പേരിൽ അത് അറിയപ്പെടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ സ്കൂളിനെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ധാരാളം വെല്ലുവിളികൾ നമുക്കുണ്ട്. കേവലം ഒരു സെക്യുലർ സ്കൂളിനുണ്ടാകുന്ന ചലഞ്ചിനേക്കാൾ നമുക്ക് കൂടുതൽ ചലഞ്ചുകളുമുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. കാലേബ് 85 വയസ്സായിരിക്കുമ്പോൾ പറഞ്ഞു, മോശെ എന്നെ അയച്ച നാളിനെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പണ്ടത്തെ ആരോഗ്യം ഇപ്പോഴും ഉണ്ടെന്ന് പറയുവാൻ എനിക്കാകുന്നില്ല. പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് പിടിച്ചു നിൽക്കുന്നത്. പല സന്ദർഭങ്ങളിലും സാമുവൽ സാറിൻ്റെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ഒരു പിതാവിനെ പോലെ എന്നെ ധൈര്യപ്പെടുത്തുകയും എനിക്ക് വേണ്ടിയും സ്ഥാപനത്തിന് വേണ്ടിയും സാറ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നെൻ്റെ വാക്കുകൾ കേട്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൻ്റെ സ്നേഹവും പ്രോത്സാഹനവും പ്രാർത്ഥനകളും തുടർന്നും ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നീണ്ട 21 വർഷങ്ങൾ വിശ്വസ്തയോടെ ജോലി ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. സുപ്രസിദ്ധ എഴുത്തുകാരനായ ജോൺ ബനിയാൻ പറയുന്നത്, പ്രാർത്ഥന ദൈവത്തിനൊരു യാഗമാണ്, ആത്മാവിനൊരു പരിചയമാണ്, പിശാചിനൊരു ശൂലമാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന എന്ന ആയുധത്തോടെ ഈ നാളുകളിൽ നിലകൊള്ളുവാൻ നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഐ താങ്ക് ദി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് സാമുവൽ സർ, ഐസക് സർ, അതുപോലെ തോമസ് ഫിലിപ്പ് പാസ്റ്റർ, PK ജോസ് പാസ്റ്റർ, ബാബു വർഗീസ് പാസ്റ്റർ, മേഖല ഡയറക്ടേഴ്സ്, presbyters and all the AG pastors. At this juncture, I give all the glory and honor to God who brought us thus far. I thank Samuel sir and the executive committee once again for the opportunity given to me. Thank you and may God bless every one of us. നിങ്ങളെല്ലാവരെയും കടക്കിലേക്ക് ഞാൻ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കാണുവാനായി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. താങ്ക് യു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്കൂളിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇപ്പോൾ വാച്ച് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ്. AG പബ്ലിക് സ്കൂൾ, പള്ളിമുക്ക്, കടയ്ക്കൽ. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന മലയോര ഗ്രാമത്തിൽ 2003 HMCയുടെ നേതൃത്വത്തിൽ 13 കുട്ടികളുമായി റെന്റഡ് ബിൽഡിംഗിൽ ആരംഭിച്ച AG പബ്ലിക് സ്കൂൾ 2004 അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് ഏറ്റെടുത്തു. നമ്മുടെ സ്കൂൾ ഇന്ന് 1015 കുട്ടികളുമായി പ്രകൃതിരമണീയമായ 4 ഏക്കർ വിസ്തൃതിയുള്ള സ്കൂൾ ക്യാമ്പസിൽ പ്രൗഢഗംഭീരമായി ജൈത്രയാത്ര തുടരുന്നു. സ്കൂളിന്റെ ചെയർമാനായി റെവറൻഡ് TJ സാമുവലും മാനേജറായി ഡോക്ടർ രാജു M തോമസും പ്രിൻസിപ്പലായി
മിസ്സിസ് മേരിക്കുട്ടി ജോസും പ്രവർത്തിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അധ്യയന സമ്പ്രദായത്തിലൂടെ കുട്ടികളുടെ പഠനഭാരം ലഘൂകരിക്കുകയും അവരുടെ സമഗ്ര വികസനത്തിന് മുൻതൂക്കം നൽകുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് AG പബ്ലിക് സ്കൂൾ പിന്തുടരുന്നത്. AG പബ്ലിക് സ്കൂളിന്റെ പ്രത്യേകതകൾ: ചടയമംഗലം ഉപജില്ലയിൽ 10-12 ക്ലാസുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഏക സ്ഥാപനം. കളികളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ, ആശയവിനിമയം പൂർണ്ണമായും ഇംഗ്ലീഷിൽ. LKG മുതൽ ത്രിഭാഷാ പഠന പദ്ധതി, പൂർണ്ണമായും CBSE സിലബസ് അനുസരിച്ചുള്ള നൂതന പഠന രീതികൾ, മോണ്ടിസോറി ട്രെയിൻഡ് ടീച്ചേഴ്സ്, ഉന്നത ബിരുദാനന്തര ബിരുദധാരികളും സ്വദേശത്തും വിദേശത്തും പരിശീലനം നേടിയവരുമായ അധ്യാപക വൃന്ദം, പ്രിന്റ് റിച്ച് ആയിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകൾ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് റെമഡിയൽ ക്ലാസുകൾ, +1, +2 ക്ലാസുകളിലേക്കുള്ള ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ കമ്പ്യൂട്ടർ ലാബ്, കെമിസ്ട്രി ലാബ്, ബയോളജി ലാബ്, ഫിസിക്സ് ലാബ്, റോബോട്ടിക് ലാബ്, കരിയർ കൗൺസിലിംഗ് ലാബ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനും ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പ്രത്യേക പരിശീലനം, സ്പോർട്സ്, ഡാൻസ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ചിത്രരചന, കരാട്ടെ, മ്യൂസിക്, സ്കൂൾ ബാൻഡ്, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, സ്കേറ്റിംഗ്, കബഡി, തായ്ക്കൊണ്ടോ, ക്രിക്കറ്റ്, ആർച്ചറി. 6000-ൽ പരം ടൈറ്റിൽസും 20ഓളം ജേർണൽസും ഉൾപ്പെടുന്ന വിപുലമായ ലൈബ്രറി സംവിധാനം, വ്യക്തിത്വ വികസന ക്ലാസുകൾ, CBSE നിർദ്ദേശിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ട്രെയിനിംഗ്, CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലുള്ള സ്കൂൾ ക്യാമ്പസ്, 21 കിലോമീറ്റർ റേഡിയസിൽ സുരക്ഷിതമായ വാഹന സൗകര്യം, ഊഷ്മളമായ അധ്യാപക രക്ഷാകർതൃബന്ധം, തികഞ്ഞ അച്ചടക്കവും സ്വഭാവ രൂപീകരണവും, പ്ലാസ്റ്റിക് വിമുക്തവും ലഹരി വിമുക്തവുമായ സ്കൂൾ ക്യാമ്പസ്, 1000 പേർക്കിരിക്കാവുന്ന നൂതന സംവിധാനമുള്ള ഓഡിറ്റോറിയം. എൻട്രൻസ് ഓറിയന്റഡ് +1, +2 ക്ലാസുകൾ, 10-ലും 12-ലും CBSE ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് നൈറ്റ് ക്ലാസുകൾ. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാർത്ഥികളുടെ കഴിവും അഭിരുചിയും കണ്ടെത്തി പഠനക്രമത്തിലും വ്യക്തിത്വ വികസനത്തിലും മികവ് പുലർത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമായ ലീഡ് LKG മുതൽ 8ാം ക്ലാസ് വരെ നടപ്പിലാക്കിയിരിക്കുന്നു. കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഉത്തമ മാതൃകയായ AG പബ്ലിക് സ്കൂൾ സാരഥി ശ്രീമതി മേരിക്കുട്ടി ജോസിനെ FAP സ്റ്റേറ്റ് അവാർഡ് 2024 ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡ് നൽകി ആദരിച്ചു. ഏത് കുട്ടിയുടെ പേരെന്താ? ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി സാറിന്റെ അഭിപ്രായം? എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ നന്നായിട്ട് നമ്മുടെ കുട്ടികൾ വീട്ടിൽ വന്ന് പെർഫോം ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ AG സ്കൂൾ നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ പുതിയ ഒരു ലീഡ് ആപ്ലിക്കേഷൻ വഴിയും അതുപോലെ തന്നെ എൽഗ പോലുള്ള പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതിനകത്ത്. AG പബ്ലിക് സ്കൂൾ, പള്ളിമുക്ക്, കടയ്ക്കൽ.
കർത്താവിന് മഹത്വം. വളരെ ചെറിയ ആരംഭത്തിൽ നിന്ന് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച് വളർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന് അനുഗ്രഹമായിരിക്കുന്ന AG പബ്ലിക് സ്കൂളിന് അഭിമാനത്തോടെ നമുക്കെല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു പേര്. നമ്മുടെ കരങ്ങൾ അടിച്ച് ആ സ്ഥാപനത്തിനായി അതിന് നേതൃത്വം വഹിക്കുന്ന പ്രിയ ടീച്ചർക്ക് വേണ്ടി, ഇതിന് വളരെ ആലോചനകളും നേതൃത്വം നൽകുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കായി, അതിൻ്റെ ബോർഡിനായി നമുക്കൊരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും വളരെ ക്ഷമയോടുകൂടെ ഈ റിപ്പോർട്ടുകൾ കേട്ട, ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായ, നമ്മുടെ പ്രസ്ഥാനത്തെ വളരെ സ്നേഹിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ, ദൈവജനത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്ന് ഈ പ്രത്യേക ഉച്ചകഴിഞ്ഞുള്ള സെഷനിൽ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച, ഭാവി പദ്ധതികൾ പങ്കുവച്ച യുവാഞ്ചലിസം ടീം, എയ്ഡ് മിനിസ്റ്റേഴ്സ് അസിസ്റ്റൻസ് പ്രോഗ്രാം, മിനിസ്റ്റേഴ്സ് അഡ്വാൻസ് ട്രെയിനിങ്, കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, AG പബ്ലിക് സ്കൂൾ, ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ്റെ സമയങ്ങളിൽ, തിരക്കേറിയ സമയങ്ങളിൽ നമ്മോടൊപ്പം വളരെ സമയം ചെലവഴിച്ച, ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി കർത്താവിൻ്റെ ദാസൻ തോമസ് ഉലു സാറിനോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ സമയം നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. പാസ്റ്റർ PT കുഞ്ഞുമ്മൻ അവർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ദൈവത്തെ ചേർന്ന് സ്തുതിക്ക് എത്രത്തോളം സഹായിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അങ്കമാലി സെഷൻ്റെ പ്രസിഡന്റാണ് പാസ്റ്റർ PT കുഞ്ഞുമ്മൻ. ഈ അവതരിപ്പിക്കപ്പെട്ട എല്ലാ റിപ്പോർട്ടുകൾക്കായിട്ട്, ഭാവി പദ്ധതികൾക്കായിട്ട് സ്തോത്രം ചെയ്തുകൊണ്ട് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഇവിടെ പങ്കുവെച്ച എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം പിന്നെയും സഫലമാക്കേണ്ടതിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ PT കുഞ്ഞുമ്മൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ കൺവെൻഷന്റെ 5ാമത്തെ ഫലകാലം ദൈവസന്നിധാനത്തിൽ ഉച്ചതിരിഞ്ഞതായ സമയത്ത് ഞങ്ങൾക്ക് അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. പരിശുദ്ധ പിതാവേ, ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങള്, ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നന്മകളെ എത്രയധികമെന്ന് വർണ്ണിപ്പാൻ ദൈവമായ കർത്താവ് തന്റെ ദാസന്മാരെ സഹായിച്ചല്ലോ. കർത്താവേ, ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഓരോ റിപ്പോർട്ടുകളും അവതരിപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, AG പബ്ലിക് സ്കൂളിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ചെറിയ തുടക്കത്തെ ദൈവം വിശാലമായ ഒരത്ഭുത സൃഷ്ടിയായി ദൈവമായ കർത്താവ് അതിന്മേൽ പ്രവർത്തിച്ച, പരിശുദ്ധിയാത്മാവ് പരിവർത്തിച്ച ദൈവത്തിന്റെ അത്ഭുത വഴികൾക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അത് മേൽക്കുമേൽ അഭിവൃദ്ധിയോടും അനുഗ്രഹത്തോടും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് അനുഗ്രഹമായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകണം. കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷ് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ദാസന് ഐസക് സാറ്, അങ്ങനെ പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവകരങ്ങളിൽ അർപ്പിക്കുകയാണ്. ഇത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുഗ്രഹമായി നന്മയായി ഭവിക്കുന്നവർ നന്ദിയോടെ സ്തോത്രം. ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ TT ജേക്കബ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ദാസൻ ചെയ്യുന്ന എല്ലാ സേവനങ്ങളെയും സുവിശേഷീകരണ പ്രവർത്തനങ്ങളെയും ദൈവമായ കർത്താവ് മേൽക്കുമേൽ അഭിവൃദ്ധിയോടെ അനുഗ്രഹത്തോടെ നടത്തേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി സൂക്ഷിച്ച ദൈവത്തിന്റെ ദാസന്മാർ, ഹല്ലേലൂയ, ശാരീരിക സൗഖ്യമില്ലാതെ പ്രായാധിക്യത്തിൽ ഹല്ലേലൂയ ആരും സഹായമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സഹായിക്കുന്ന ഹല്ലേലൂയ പ്രിയപ്പെട്ട ഹല്ലേലൂയ ഗ്രൂപ്പിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ മഹത്വത്തിലൂടെ വെളിപ്പെടുന്നല്ലോ. കർത്താവേ, ഹല്ലേലൂയ, എന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ദൈവമായ കർത്താവ് പ്രതിഫലം കൊടുക്കുമാറാകണം. ദൈവകരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഡ്വാൻസ് സ്റ്റഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, പ്രിയ അച്ഛനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ ഏറ്റവും അനുഗ്രഹമായി ദൈവമായ കർത്താവെ ശുശ്രൂഷയിൽ മുന്നേറുവാൻ ദൈവമായ കർത്താവെ അവിടുത്തെ ദാസനോട് കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസൻ നേതൃത്വം കൊടുക്കുന്ന ആ പ്രസ്ഥാനം മേൽക്കുമേൽ അഭിവൃദ്ധിയോടെ അനുഗ്രഹത്തോടെ മുന്നേറുവാൻ അനേക പ്രിയപ്പെട്ടവരോട് കടന്നു വന്ന ദൈവ
ദൈവം അഭ്യസിച്ച് സുവിശേഷീകരണത്തിന് അങ്ങയുടെ വയൽപ്രദേശത്ത് അധ്വാനിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജയ ജോസഫ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അധ്യക്ഷനായിരിക്കാനും കാര്യങ്ങൾ ഭംഗിയായി ക്രമീകരിക്കാനും ദൈവം നല്ല ദാസനെ സഹായിച്ചല്ലോ. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ തിരുകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ. വൈകിട്ട് നടക്കുന്ന മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ മറക്കാനാവാത്ത ഒരു ദൈവപ്രവൃത്തി, ആത്മപ്രവാഹം ദൈവമായ കർത്താവ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് കൂടി വരുന്ന ജനത്തിന് ഈ ദേശത്തിനുണ്ടാകേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങളും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ താഴ്മയും അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി. ഈ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുവാൻ എന്നെ നിയോഗിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു.